ശ്രീ ജുനൈദിൻ്റെ രാപ്പാർത്ത നഗരങ്ങൾ എന്ന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നമ്മളിന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ എത്തിച്ചേർന്നുള്ള നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മളെ ലൈബ്രറി പ്രസിഡന്റായിട്ടുള്ള രാജീവേട്ടൻ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഫാദർ വർഗീസ് നട്ടനെ വ്യക്തിപരമായിട്ട് അഭിസംബോധന ചെയ്ത് പരാജയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സൗകര്യാർത്ഥം നമ്മൾ അവിടെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മേശ ഒരു ഡിവൈഡറായിട്ട് വെച്ചിരിക്കുന്നു, കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇടി കൂടാതിരിക്കട്ടെ. അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരിക്കൽ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് താമസിക്കും ഒരു ദിവസത്തേക്ക്. അപ്പോൾ അവിടുത്തെ കുട്ടിയെ പെണ്ണ് കാണാനായിട്ട് കുട്ടിയും വന്നിട്ടുണ്ട്. ചെറുക്കൻ്റെ അപ്പനും അമ്മയാണ് വന്നിരിക്കുന്നത്. ചെറുക്കൻ വിദേശത്തായതുകൊണ്ട് അപ്പനും അമ്മയും പോയി സ്കാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. സ്കാൻ ചെയ്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് മാത്രമേ ചെറുപ്പം വരുമ്പോൾ പാടുള്ള സമയം കുറവായിരുന്നു. ആ പരിപാടിക്ക് അവർ വന്നത്. പെൺകുട്ടിയെ കണ്ടിട്ട് അപ്പനമ്മയും ഇഷ്ടപ്പെടും. പിന്നെ ചെറുക്കൻ അങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കണമല്ലോ. അപ്പോൾ അവർ എന്നേക്കാൾ നീളമുള്ളവനാണ് ചെറുക്കൻ. എന്നോട് ചോദിച്ചു, അച്ഛൻ എത്രയാ നീളം? ഞാൻ പറഞ്ഞു, എനിക്ക് 3 നീളമുണ്ട്. ബിഷപ്പിൻ്റെ ഒക്കെ കൂടെ ഒരു ഫംഗ്ഷനിൽ ഞാൻ ചെല്ലുകയാണെങ്കിൽ എനിക്ക് നീളം കുറവായിരിക്കും, അതൊക്കെ നീളം കൂടുതലാണ്. എന്നെ ഒരു ഫംഗ്ഷൻ്റെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ചീഫ് കമ്മ്യൂണിക്കേറ്ററോ സ്പീക്കറോ ഒക്കെ ക്ഷണിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിലുള്ള എല്ലാത്തിലും കൂടുതൽ നീളം എനിക്കായിരിക്കും. സ്കെയിലിൽ ഞാൻ ഇത്ര എടുക്കും. ഇയാൾ വിചാരിച്ചെനിക്ക് വട്ടാന്ന് ഇങ്ങനെ വട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ, ആവശ്യമാണ്. അപ്പൊ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മളങ്ങ് ഇഷ്ടപ്പെടും. ജുനൈദിനെ ആദ്യം ഞാൻ കാണുന്നത് പാൽ സൊസൈറ്റി വെച്ചാണ്. ജുനൈദ് പാൽ വിൽക്കാൻ വന്നതല്ല, ഞാൻ പാൽ വാങ്ങാൻ വന്നതല്ല. മറിച്ച് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു യോഗത്തില് രണ്ടുപേരും വന്നു ചേർന്നുള്ളൂ. 2 വ്യത്യസ്ത തരത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ വന്നു ചേർന്നു. ഞാൻ അതിന്റെ പരിപാടിയിൽ ഇൻവോൾവും കേസ് കൊടുക്കാനൊക്കെ ഇടപെട്ട ആളായതുകൊണ്ട് ഞാനവിടെ വന്നു. ജുനൈദ് എലക്റ്റഡ് ആയിട്ടുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ വന്നു ചേർന്നു. ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചെറുപ്പക്കാരനാണ്. എല്ലാവരോടും ജുനൈദ് മാറി മാറി ഇടപെടാൻ ഞാൻ ശ്രമിച്ചു. വളരെ ഫാസ്റ്റായിട്ട് അന്ന് അവിടെ വന്ന 100 ആൾക്കാരിൽ ഒരു മിക്കവാറും ആൾക്കാരായിട്ട് ജുനൈദ് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും ജുനൈദും ഇടപെടാൻ നോക്കാം. അവരുടെ ചടുലതയും കണ്ണിൽ എന്തോ വ്യത്യസ്തത സ്ഫുരിക്കുന്ന ഒരു ഭാവവും, പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ വളരെ കറക്റ്റായിട്ട് വയനാട്ടിലെ ഇലക്ഷനെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് ജുനൈദ് ജയിച്ചതും എന്തുകൊണ്ട് ജയിച്ചു എന്നും അവൻ്റെ വ്യക്തിപരമായ സംഘാടന പാഠവും ഒക്കെ ഞാൻ കേട്ടും വായിച്ചു അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ജുനൈദിലേക്ക് എൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം. ജുനൈദിന് ഞാൻ നമ്പർ കൈമാറി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. പിന്നീട് ഞങ്ങൾ കാണുന്ന മെഡിക്കൽ കോളേജ് ഉദ്ഘാടനത്തിനാണ്. അന്നും ജുനൈദ് മുമ്പിലുണ്ട്. ഞാൻ ഉടുപ്പിട്ടതുകൊണ്ട് ഇത് എന്നെ ശ്രദ്ധിക്കില്ല. ചില ശ്രദ്ധിക്കപ്പെടണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഉടപ്പിട്ട് പോകും. അച്ഛന്മാരെ കാണുമ്പോൾ പല വിളികളുണ്ടല്ലോ, അച്ഛാ, അച്ചു, അച്ചു എന്ന് വിളിക്കും. ഞാൻ കണ്ടു എന്നാണ് അച്ചു എന്ന് വിളിച്ച. കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് അച്ഛനെ കണ്ടാൽ വിളിക്കുന്ന വിളിയാണ് അച്ചു. അപ്പൊ ഞാൻ ഉടുപ്പിട്ട് അന്ന് മെഡിക്കൽ പരിപാടിക്ക് പോയി. കാരണം ഇടികൊള്ളാതെ നിൽക്കാറോ ഇതേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ടീച്ചർക്ക് ഒരേ നിർബന്ധം എന്നെയും വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിരുന്നു. കാരണം ടീച്ചറെ വീട്ടിൽ ഇതിന് വേണ്ടിയിട്ട് പോയ ആളാണ് ഞാൻ. അപ്പൊ അന്നാണ് ജുനൈദിനെ രണ്ടാമത് കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഞങ്ങൾ കാണുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഇത്തവണത്തെ ഇലക്ഷന് MLA ആകാനായിട്ട് മത്സരിക്കുന്നുണ്ട്. മറ്റേ കേൾവാണ്. അപ്പൊ അയാളുടെ സംഘാടന സമിതിയുടെ മീറ്റിങ്ങിലേക്ക് അച്ഛനും കൂടെ വരണം എന്ന് കേളു പറഞ്ഞപ്പോൾ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. മറ്റേ കാൻഡിഡേറ്റ്സ് ആരാണെന്ന് തെളിഞ്ഞിട്ടില്ല. അവരാരെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ അവരെ വിളിച്ചാൽ ചിലപ്പോൾ പോയത്. അവർ സുഹൃത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അവിടെ ചെന്നപ്പോഴും ജുനൈദ് അവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള 3 മീറ്റിങ്സ്. ഈ പുസ്തകം എനിക്ക് കിട്ടി, ഞാൻ മുഴുവൻ വായിച്ചു.
മുഴുവൻ വായിച്ച അവസരത്തിൽ ഒരു നൊസ്റ്റാൾജിയ വരുമല്ലോ. കാരണം ഈ ജുനൈദ് എഴുതിയ എല്ലാ സ്ഥലങ്ങളും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതാണ് എനിക്ക് നൊസ്റ്റാൾജിയ വരാൻ കാരണം. ജുനൈദ് അതിലെ ഡൽഹിയിലെ ഭക്ഷണങ്ങളുടെ രുചിക്കൂട്ടുകളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് വായിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, ഡൽഹിയിൽ ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യം ബ്രെയിൻ കറി കഴിക്കുന്നത്. ബ്രെയിൻ കറി, തലച്ചോറുകൊണ്ട് കറി ഉണ്ടാക്കും, ആടിൻ്റെ. അപ്പം അത് ഈ രുചിക്കൂട്ടുകളെ കുറിച്ച് സംസാരിക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ മസ്ജിദിന്റെ അടുത്തുള്ള കരീം റെസ്റ്റോറൻറ്റിലുള്ള ഭക്ഷണത്തെ കുറിച്ചൊക്കെ ജുനൈദ് സംസാരിക്കുന്ന അവസരത്തിൽ എൻ്റെ മങ്ങാത്ത ഓർമ്മകളാണ്. 14 വർഷം ഞാൻ ഡൽഹിയിൽ ജീവിച്ചതാണ്. ഔറംഗാബാദിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂനെയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ബോംബെയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന അവസരത്തിൽ ജുനൈദ് പോയ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട ബോംബെ അല്ല ജുനൈദ് കണ്ട ബോംബെ. എനിക്ക് ആദ്യം ഞാൻ 86 ബോംബെയിലെത്തുന്നത്, 86 കാണാൻ പോയത്. അന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടെ നിൽക്കുമ്പോൾ ഒരു സുഖം. ബോംബെയിൽ വന്നു എന്ന് പറയുന്നത് അവിടെ നിന്നൊരു ഫോട്ടോ, നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അന്ന്. ഇപ്പം മൊബൈലിലൊക്കെ ഉണ്ടല്ലോ. അപ്പം അന്നേരം അവിടെ ഇൻസ്റ്റന്റ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആളെ കൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, താജ് ഹോട്ടലിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പോഴും ആൽബത്തിൽ ഇരിപ്പുണ്ടത്. വളരെ പ്രഷ്യസ് ആണെന്ന് ഇരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് വിക്ടോറിയ ടെർമിനലിൽ അറിയാം, CST അറിയാം. ഇപ്പം അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണുന്ന ബോംബെയിൽ ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനലാണ്. ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനലിനെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നതും കൂടുതൽ ചിന്തിക്കുന്ന അവസരത്തിൽ മഹാരാഷ്ട്രയെ ഏകോപിപ്പിച്ച ശിവജിയെ കുറിച്ചൊക്കെയാണ് എൻ്റെ ചിന്തയിലേക്ക് പ്രധാനമായിട്ട് വരിക. ജുനൈദിന്റെ ചിന്തയിൽ ആഫ്രിക്കയിൽ നിന്ന് വന്നിറങ്ങിയ മഹാത്മാഗാന്ധി വിമോചനത്തിന് വേണ്ടി തൻ്റെ സ്വരമുയർത്തിയ മഹാത്മാഗാന്ധിയാണ് ജുനൈദ് ബോംബെ കണ്ടത്. ഞാൻ ഛത്രപതി ശിവാജിയെയാണ് കാണുന്നത്. ഒരേ സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നത്. കാഴ്ചയുടെ വ്യത്യാസങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഞാനൊരിക്കൽ ഒരു വീട്ടിലെ 2 കുട്ടികളെ വണ്ടി കയറ്റി യാത്ര ചെയ്യാം. പോകുന്ന വഴിക്ക് നല്ലൊരു വണ്ടി മുമ്പോട്ട് വരുന്ന അവസരത്തിൽ പെങ്കൊച്ച് പറഞ്ഞു, എടാ നോക്ക്, നല്ലൊരു കാർ പോകുന്നു പറഞ്ഞു. ഇത് 23 വർഷങ്ങൾക്ക് മുമ്പ്. അവളിപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇച്ചിരി മുമ്പോട്ട് പോയ അവസരത്തിൽ തേങ്ങ ഉണ്ടായി കിടക്കുന്നത്. അപ്പം ചെറുക്കൻ പറയാണ്, നോക്കടി ആ തെങ്ങയിൽ നല്ല തേങ്ങ ഉണ്ടായി കിടക്കുന്നു. രണ്ടുപേരുടെയും കാഴ്ചപ്പാട്, ഒരാള് അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ലൈനിൽ കൃഷിയെ കുറിച്ചാണ് അവന്റെ കാഴ്ചപ്പാട്, മറ്റേയാളുടെ ജീവിതം എങ്ങനെ സുഖമായിട്ട് ലക്ഷറീസ് ആയിട്ട് ജീവിക്കാം എന്നുള്ളതാണ് മറ്റൊരാളുടെ കാഴ്ചപ്പാട്. രണ്ടുപേരും ഒരേ വണ്ടിയിൽ ഒരേ സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നോക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പള്ളിയിലച്ചന്മാരാണെങ്കിൽ പാപം ചെയ്തവനാണോ, കുമ്പസാരിക്കാൻ വരുമോ, വിശ്വാസിയാണോ എന്നൊക്കെ ആയിരിക്കും പള്ളിയിലച്ചൻ ചിന്തിക്കുക. പിരിവിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോക്കറ്റിൽ കനമുള്ള ആളാണോ ചിന്തിക്കും, ചെന്ന് കാണുന്ന ആള്. ചെരുപ്പൂലിയാണെങ്കിൽ ചെരുപ്പിലേക്ക്, മുടി വെട്ടുന്നവരാണെങ്കിൽ തലയിലേക്ക് നോക്കും. ഇതൊക്കെയാണ് കാഴ്ചപ്പാടുകളിലുള്ളത്. ഈ കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തത നിലനിർത്തുന്നു എന്നുള്ളതാണ് ജുനൈദിന്റെ മറ്റൊരു പെക്യുലിയാരിറ്റി. വ്യത്യസ്തത നിലനിർത്തുന്നു. നമ്മൾ കാണുന്ന രീതിയിലല്ല ജുനൈദ് യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. ഞാൻ കാര്യം പറഞ്ഞാൽ അത് അസഭ്യമായി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്നെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയില്ല എന്ന് ഗ്യാരണ്ടി ചെയ്യണം. ഞാനൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ലളിതമായിട്ടൊരു കാര്യത്തെ. ഇപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ബിഷപ്പ് ഹൗസിൽ ഒരു സ്ത്രീ വരികയായിരുന്നു. പണ്ട് അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അപ്പോൾ അവർക്കതിന് പറ്റില്ല. രോഗിയായി കള്ളു കുടിക്കണം, പറ്റില്ല. അപ്പോൾ അവർ വരുന്ന അവസരത്തിൽ ബിഷപ്പിൻ്റെ ഓർഡർ ഉണ്ട്, എപ്പോൾ വന്നാലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം, 50 രൂപയും കൊടുക്കണം. അന്ന് 35 രൂപയാണ് ഒരു സ്ത്രീക്ക് പണിക്ക് പോയാൽ ഒരു ദിവസം കിട്ടുന്ന കൂലി. അന്ന് അവർക്ക് ബിഷപ്പ് ഓർഡർ ചെയ്തിരിക്കണം 50 രൂപ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അച്ഛന്മാരാരുമില്ല, ബിഷപ്പ് സ്ഥലത്തില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ചെറുക്കം മാത്രമേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ പൈസയില്ല. ഭക്ഷണം കൊടുത്തു, പറഞ്ഞ പൈസയില്ല, അച്ഛന്മാരും ഇല്ല, ബിഷപ്പ് സ്ഥലത്തില്ല. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഈ പൈസ കിട്ടിയിട്ട് കള്ളു കുടിക്കണമെന്നുള്ള താല്പര്യത്തിൽ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ അവിടെ എത്തിച്ചു. അതാണ് ഒന്നാമത്തെ ആക്ട്. രണ്ടാമത് ഇവർ ഇച്ചിരി സാരി പൊക്കിയെന്നാണ് അവൻ പറഞ്ഞത്. ഇവർ പോയി, പ്രശ്നം തീർന്നല്ലോ. പിന്നീട് ഞാനും ബിഷപ്പ് ഇവർ വീണ്ടും വന്നു. ഒരു ദിവസം വന്ന അവസരത്തിൽ ഇവൻ വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, അച്ഛാ
പൈസ കൊടുക്കരുത്. കാരണം കഴിഞ്ഞ അവളിവിടെ വന്നപ്പോൾ അവൾ തുപ്പുകയും സാരി പൊക്കി കാണിക്കുകയും ചെയ്തു. ഇതാണ് അവൻ്റെ പരാതി. ന്യായമായും വികാരം ഉണ്ടാകും. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒരു സ്ത്രീ അങ്ങനെ കാണിക്കുമ്പോൾ ഇവരിങ്ങനെയുള്ള ഒരു വിക്ഷോഭം ഉണ്ടാകാനുള്ള സ്വാഭാവികതയുണ്ട്. ബിഷപ്പ് അതിനെ ലളിതമാക്കി, എടാ അത് പെട്ടെന്ന് നടന്നു പോകാനായിട്ട് ഇച്ചിരി പൊക്കി പിടിച്ചങ്ങ് പോയതായിരിക്കും, നിനക്ക് പൊക്കിയതായിട്ട് തോന്നിയതായിരിക്കും. കാഴ്ചപ്പാട് പ്രശ്നങ്ങളെ ലളിതമാക്കുന്ന രീതിയുണ്ട്. അപ്പം ഈ രീതിയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിച്ചവനാണ് ജുനൈദ്. അതാണ് ജുനൈദിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു ഘടകം. എല്ലാം ഞാൻ മൊത്തം വായിച്ചു. യാത്രാ വിവരണങ്ങൾ മാത്രമല്ല, ഈ അനുഭവങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉൾച്ചേർന്ന് നിൽക്കുന്ന അവസരത്തിൽ ഓരോ യോഗങ്ങളും ഓരോ അനുഭവങ്ങളായിരിക്കും. അതിൽ ചിലതൊക്കെ കോറിയിടാനായിട്ട് ജുനൈദിന് സംഭവിച്ചു. ചിലതൊക്കെ ആ കോറിയിടുന്നത് അടുത്ത തലമുറയ്ക്ക് മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ കഥ പോലെ അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കോറിയിടാൻ സാധിച്ചാൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും കക്ഷി രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ തമ്മിലടിക്കുന്ന മനസ്ഥിതിയുള്ള ആൾക്കാരിലേക്ക്, ധ്രുവീകരണം സംഭവിച്ച മനസ്സിന്റെ ഉടമസ്ഥരായ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു പക്ഷേ ഈ കോറിയിടലുകൾ ഒന്നിച്ചു നിർത്താൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അതിന് ജുനൈദിന് സാധിക്കുമെന്ന് ഞാൻ ആശിച്ചു പോകുന്നതും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി ജുനൈദിന് ആശംസകൾ നേരുന്നു. ജുനൈദ് ഇത് അതിന്റെ അവസാനത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവനാണ്, അറിവ് സമ്പാദിക്കും. ഇത് പഠിച്ചു എന്നുള്ളതല്ല, എന്തോ ഒരു യാത്ര ചെയ്തു. ഒരു പക്ഷേ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആൾക്കാരിൽ പെടുന്ന ഒരാളായിരിക്കും ഞാൻ. ഈ CC മാത്യു എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ബത്തേരിൽ. അയാൾ മോട്ടോർ സൈക്കിളിൽ ലോകം ചുറ്റുന്ന ആളാണ്. നാളെ ഞാൻ നോക്കുമ്പോൾ ഹിമാലയത്തിൽ ഒന്ന് ഫോട്ടോ ഇട്ട് ചെയ്തു. CC മാത്യു ബുള്ളറ്റല്ല പോക്ക്, അങ്ങ് പോവാണ്. ഒരു പോക്കിനുള്ള കാശ് തന്നെ അന്ന് പോകും. അതാണ് പുള്ളിയുടെ പരിപാടി. ഞാൻ 2500 മേലെ ഫ്ലൈറ്റ് യാത്ര പൂർത്തിയാക്കി. എല്ലാ കോണ്ടിനെന്റിലും പോയി ലോകത്തിൽ 54 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഏറ്റവും കൂടുതൽ പോയ രാജ്യത്ത് 19 പ്രാവശ്യം പോയി. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഈ യാത്രയിൽ വികാരങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സാധനങ്ങൾ കാണുമ്പോൾ, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ സാഹചര്യവുമായിട്ട് നമ്മൾ തുലനം ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ജർമ്മനിയിൽ. അവിടെ സെൻറ്റ് പീറ്റേഴ്സ് ഫോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വെള്ളച്ചാട്ടം. നമ്മുടെ ഇവിടെ ചെറിയൊരു കൈത്തോടിനേക്കാൾ ചെറിയൊരു സാധനമാണിത്. പക്ഷേ ജർമ്മൻകാരെല്ലാവരും ഈ ബ്ലാക്ക് ഫോറസ്റ്റുള്ള ഈ സെൻറ്റ് പീറ്റേഴ്സ് ഫോൾ കാണാനായിട്ട് വരും. കാരണം ഇവരുടെ ഈ സംവിധാനത്തിന്റെ ക്രമീകരണമാണ്. അതിന്റെ മണ്ടയ്ക്ക് എന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്, പ്രാർത്ഥിക്കാനുള്ള സംവിധാനമുണ്ട്, ധ്യാനിക്കാനും താമസിക്കാനുള്ള സംവിധാനവും അവിടെയുണ്ട്. എന്നിട്ട് ഈ ഫോൾ മുഴുവൻ ഇവർക്ക് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങിയും ഈ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്ക് വീൽ ചെയർ ഓടിച്ചും താഴെ എത്താനുള്ള സംവിധാനം അവർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം. താഴെ ചെന്ന് കഴിയുമ്പോൾ ക്ലോക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കടയുണ്ട് ഇവിടെ. അവിടെയാണ് ആദ്യമായിട്ട് ഈ കുക്കു ബേർഡിന്റെ ക്ലോക്ക് ഉണ്ടല്ലോ, 1 മണിക്കൂർ ആകുമ്പോൾ 2 കിളികളൊന്ന് പുറത്തോട്ട് വന്നിട്ട് ശബ്ദം കേൾപ്പിക്കുന്ന ക്ലോക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം അവിടെയാണ്. അവിടെ ഇറങ്ങി ചെന്നിട്ട് തിരിച്ച് നിങ്ങൾ കയറേണ്ടതില്ല. അവിടെ നിന്ന് ബസ് കിടപ്പുണ്ട്, നിങ്ങളെ വീണ്ടും ഇവിടെ കൊണ്ടുവിടാൻ. അവിടെ നിന്ന് നടന്നു കയറിയവർക്ക് താഴെ എത്താൻ ഈ ബസ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത് കാണുമ്പോൾ ഈ സഞ്ചാരത്തിലുണ്ടല്ലോ കുളങ്ങര പറയുന്ന അനുഭവങ്ങളിലേക്കൊക്കെ നമ്മൾ അറിയാതെ കടന്നു പോകും. സാധ്യതകൾ അനന്തമായ നമ്മുടെ കേരളം, അതില് അങ്ങേയറ്റം സാധ്യതകൾ അടങ്ങി നിൽക്കുന്ന നമ്മുടെ വയനാട്. അതിൽ ചിന്തിക്കുന്ന മനുഷ്യരുള്ള ഈ ദീപ്തി ഗ്രന്ഥാലയവും പരിസര പ്രദേശവും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ, അനന്തമായ സാധ്യതകളുണ്ട് എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ ഈ ജുനൈദിലൊരു ചെറുപ്പക്കാരന് മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരന് മാത്രമല്ല, ഒരു എഴുത്തുകാരന് മാത്രമല്ല, തലമുറയെ കൈപിടിച്ച് നടത്താൻ സാധിക്കുന്ന എഴുത്തുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനും അതുപോലെ തന്നെ തീർത്തും മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പ്രാപ്തിയുള്ള ഒരു ചെറുപ്പക്കാരനെയുമാണ് ദീപ്തി ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾ. ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും അനുവാദത്തോടും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം. വ്യാപാർത്ത നഗരങ്ങൾ എന്ന കൃതി ഇതിനെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജുനൈദിനെ കുറിച്ചും മറ്റും ഫാദർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അതിനപ്പുറം സത്യത്തിൽ ഒന്നും പറയാനില്ല. അതുതന്നെയാണ് ജുനൈദ്. പക്ഷെ ഈ യാത്രാ വിവരണ ഗ്രന്ഥം ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ യാത്രാ വിവരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യമേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, യാത്രാ വിവരണം എന്നത് ഒരു പുതിയ സാഹിത്യ ശാഖയല്ല. നമുക്കറിയാം, ഒരു 2000 വർഷം മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു വൈജ്ഞാനിക അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യ ശാഖയാണ് യാത്രാ വിവരണം. ചരിത്രത്തിലെ അല്ലെങ്കിൽ നമുക്ക് കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള യാത്രാ വിവരണ ഗ്രന്ഥമായി പറയുന്നത് BC 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗിൽഗമേഷ് എന്ന കൃതിയാണ്. ഒരുപക്ഷെ അത് എഴുതുന്ന കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ രാമായണം രചിക്കപ്പെടുന്നുണ്ട്. രാമായണത്തിന്റെ കാലം എന്ന് ഞാൻ പെട്ടെന്ന് അതേ കാലം എന്ന് പറയുമ്പോൾ പോലും കേൾവിക്കാരുടെ ഉള്ളിൽ ഒരു സംശയം തോന്നാം, രാമായണം അതിനൊക്കെ എത്രയോ മുമ്പല്ലേ എന്ന്. വിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഗവേഷകർ BC 3-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള ഒരു കാലത്ത് എഴുതപ്പെട്ട കൃതിയാണെന്ന് വിശ്വസിക്കുന്ന വാൽമീകി രാമായണത്തിൽ നമുക്ക് രാമനും സംഘവും ലങ്കയിലേക്ക് പോകുന്നതിന്റെയും തിരിച്ചു വരുന്നതിന്റെയും ഒക്കെ വിവരണം കാണാൻ പറ്റുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ പുഷ്പക വിമാനത്തിലാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചത്, എൻ്റെ ഒരു ഗവേഷണ മേഖല രാമായണമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുള്ളത്, മുമ്പ് വൈവക്ക് PhD-യുടെ വൈവക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് ഈ കഥയിലേക്ക് പുഷ്പക വിമാനം കൊണ്ടുവന്നത് എന്ന്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഉത്തരം ഇതായിരുന്നു, അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ റൂട്ട് മുഴുവൻ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അതേ റൂട്ടിൽ തന്നെ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അത് മുഴുവൻ വീണ്ടും പറയേണ്ടി വരും. അപ്പൊ കയ്യൊതുക്കമുള്ള ഒരു എഴുത്തുകാരൻ ചെയ്യുക ആവർത്തന വിരസത ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് താഴെ കൂടെ പോകുന്നത് ഒഴിവാക്കി മുകളിലൂടെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പുഷ്പക വിമാനത്തെ അതിൽ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു വരുന്നതല്ല, രാമായണത്തിൽ ഇത്തരത്തിലുള്ള യാത്രാ വിവരണം നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കാളിദാസ കൃതികളിൽ, പ്രത്യേകിച്ച് മേഘസന്ദേശത്തിൽ അതിലും ഒരു യാത്രാ വിവരണമുണ്ട്. അതേപോലെ തന്നെ സന്ദേശകാവ്യങ്ങളിലൊക്കെ തന്നെ ഒരർത്ഥത്തിൽ ഈ എന്താ പറയാ, നായകനും നായികയും വേർപെട്ട് ജീവിക്കുമ്പോൾ അവിടത്തേക്ക് പോകുന്നതിന്റെ മറ്റും അതിന്റെ ഒരു സഞ്ചാര വിവരണം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പക്ഷേ നമ്മുടെ ചരിത്ര രചനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാസ്, ദത്തം എന്ന് മലയാളത്തിൽ പറയും, ഡാറ്റാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ. അപ്പോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തായിട്ട് നമ്മൾ പറയുന്ന ഒരു കൃതി ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഫാഹിയാന്റെ കൃതിയാണ്. ഫാഹിയാന്റെ സഞ്ചാരക്കുറിപ്പുകളാണ്. അതിനുശേഷം ഹുയൻസാങ്, ഇദ്ദേഹം ആദ്യത്തെ ആൾ. ഫാഹിയാൻ വരുന്നത് BC-യിലാണ്, ഹുയൻസാങ് വരുന്നത് AD-യുടെ തുടക്കത്തിലാണ്. ഹുയൻസാങ്ങിന്റെ സഞ്ചാര വിവരണം 12 വോള്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇത് കൂടാതെ നിരവധി സഞ്ചാരികൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് അറബ് സഞ്ചാരികൾ. അതിൽ ഇബ്നു ബത്തൂത്ത, അൽ ബറൂനി, ഇദ്രീസ്, സുലൈമാൻ, ഇങ്ങനെ പോകുന്ന നിരവധി എന്താ പറയാ സഞ്ചാരികളായിട്ടുള്ള ആളുകൾ. അവരെഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, അവരെഴുതി വെച്ച കൃതികളിൽ നിന്ന്, യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ നിന്ന് അക്കാലത്തെ ഒരു ചരിത്രം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പലപ്പോഴും അതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ പിന്നീട് മിസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, തെറ്റായ വ്യാഖ്യാനം എന്നല്ല പറയേണ്ടത്, നമുക്ക് ചില ധാരണാ പിശകുകളും ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ നമ്മുടെ MGS നാരായണൻ, അതേപോലെ തന്നെ വില്ലൻ ലോകനൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു വാചകമുണ്ട്. അതില് ഇദ്രീസിന്റെ വാചകത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതായിട്ട് സമീപകാലം വരെ നമ്മുടെ എന്താ പറയാ മുഖ്യധാര ചരിത്രത്തിൽ കോട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ആ പുസ്തകത്തിന്റെ സഞ്ചാരക്കുറിപ്പുകളുടെ ഒറിജിനൽ അറബി കൃതി സമീപകാലത്ത് ചില ഗവേഷകർ വായിച്ചു, അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ്. കാരണം നമ്മൾ വായിച്ചിട്ടുള്ള വില്ലൻ ലോകന്റെ മലബാർ മാനുവലിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്നതാണ് MGS നാരായണൻ കോട്ട് ചെയ്യുന്നത്. അപ്പോ അത് വായിച്ചപ്പോൾ നമുക്ക് അതിന്റെ ഒറിജിനൽ വായിച്ച മഹമ്മൂദ് കുരിയ എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള നെതർലാൻഡിലെ ലേഡൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ മഹമ്മൂദ് കൂരിയ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്രീസ് വന്നത് കേരളത്തിലല്ല, മറിച്ച് അദ്ദേഹം വന്നത് ആൻഡമാൻ ദ്വീപിലാണ്. അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടില്ല.
അപ്പൊ അദ്ദേഹം അവിടെ മുസ്ലിങ്ങളില്ല എന്നാണ് പറയുന്നത്. അത് ശരിയുമാണ്. കാരണം ആ പറയുന്ന ഒരു നൂറ്റാണ്ടിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്ന്. ഞാൻ ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട ഇതിന് എങ്ങനെയാണ് സഞ്ചാര സാഹിത്യ കൃതികൾ സഹായകമാവുക എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇത് അതേപോലെ തെറ്റുകളും പറ്റാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സഞ്ചാരിയുടെ ഒരു തെറ്റ് ഇബ്നു ബത്തൂത്തയുടെ ഒരു സഞ്ചാര കഥയിൽ പറയുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇബ്നു ബത്തൂത്ത കേരളത്തിൽ വരിക മാത്രമല്ല, കോഴിക്കോട് നിന്ന് കല്യാണവും കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം മൊറോക്കോ ദേശക്കാരനാണ്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഒരു കപ്പലിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെയും സംഘത്തെയും അയക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് ആ കപ്പലിൽ പോകാൻ പറ്റിയില്ല. കുരുമുളകിനും മറ്റും വന്ന അറബി കച്ചവടക്കാരുടെ കപ്പലിലാണ് ഭാര്യ പോകുന്നത്. അദ്ദേഹം തൊട്ടടുത്ത കപ്പലിൽ പോകുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ചരിച്ച കപ്പൽ മുങ്ങിപ്പോകുന്നു. അങ്ങനെ മരണപ്പെട്ടു പോകുന്നു. അദ്ദേഹം കോഴിക്കോടും കൊല്ലത്തും അതേപോലെ മറ്റു പലയിടത്തും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഇരിക്കൂർ മുതൽ കുടകിനെ കുറിച്ച് വരെ എഴുതിയിട്ടുണ്ട് ഇബ്നു ബത്തൂത്ത. പക്ഷെ ബത്തൂത്തയുടെ സഞ്ചാരക്കുറിപ്പിൽ എനിക്ക് രസകരമായ ഒരു കാര്യം തോന്നിയത്, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു മരത്തിൽ 2 തരത്തിലുള്ള കായകൾ കണ്ടു എന്ന്. അപ്പൊ നമുക്കൊരു കൗതുകം തോന്നും, അത് ഏതാണ് മരം എന്ന്. അത് രസകരമാണ്. തെങ്ങിന്റെ മുകളിൽ കുരുമുളക് വള്ളി പടർത്തിയതായിരുന്നു. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയത് ഒരു മരത്തിൽ 2 കാണുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. എങ്കിലും അക്കാലത്തെ ജനജീവിതം, അക്കാലത്തെ ഭരണാധികാരികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ സഞ്ചാരികളുടെ കുറിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രാചീന ചരിത്രം നിർമ്മിക്കുന്നതിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്നത് ഇത്തരത്തിലുള്ള സഞ്ചാരികളുടെ കുറിപ്പാണ്. ഞാൻ അതിലേക്ക് നീട്ടിപ്പരത്തി പോകുന്നില്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒന്നാമത്തെ സഞ്ചാരക്കുറിപ്പ് എന്ന് നമ്മൾ പറയുന്നത് തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം എന്ന കൃതിയാണ്. ഇപ്പൊ ഫാദർ പറഞ്ഞു 2500ഓളം വിമാനയാത്ര. അതെനിക്ക് തോന്നുന്നത് ഒരു റെക്കോർഡ് തന്നെയായിരിക്കും. വയനാട്ടിൽ ഏതായാലും അത്ര അധികം വിമാനയാത്ര ചെയ്ത ഒരാൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ആഭ്യന്തര യാത്രയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നല്ലൊരു ശതമാനം വിദേശ യാത്രയാണ്. അത്രയേറെ വിദേശത്തേക്ക് പോയ ഒരാളുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. ഏതായാലും ഫാദർ, ഞാൻ അതാ പെട്ടെന്ന് ഓർത്തത്, തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം അഥവാ റോമൻ യാത്ര എന്നോ മറ്റുമാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പോ ഇവിടെ ക്രൈസ്തവ സഭയിലുണ്ടായ ചില തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഒരു സംഘം പ്രീസ്റ്റുമാർ റോമിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ചും ആ യാത്രയിലെ കാര്യങ്ങളും മറ്റുമാണ് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. അതിനുശേഷം ഇത് യാത്ര നടക്കുന്നതിന്റെ ധാരണ ശരിയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിലാണ്. പക്ഷെ ആ കൃതി പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1937 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് മറ്റു ചില യാത്രാ വിവരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ചില റോമൻ യാത്രകളും മറ്റുമാണ്. ഇതേ കാലത്ത് തന്നെ കേരളത്തിൽ ആഭ്യന്തരമായ യാത്രകൾ, ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ, പ്രത്യേകിച്ച് ഹിമാലയൻ യാത്രകൾ, ചില വിശുദ്ധ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ മുഴുവൻ പേരുകളിലേക്കൊന്നും പോകുന്നില്ല. അതൊരു വലിയ വിഷയമാണ്. യാത്രാ വിവരണത്തെ കുറിച്ച് പറയലല്ല എന്റെ വിഷയം, എങ്കിലും ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോ ആ രീതിയിൽ നിരവധി കൃതികൾ നമുക്കുണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പേര്, ഹിമാലയൻ യാത്രകളിൽ അത് 1ഉം 2ഉം അല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ഷൗക്കത്തിന്റെ, നിത്യചൈതന്യയുടെ ശിഷ്യനായ ഷൗക്കത്ത് നടത്തിയ ഹിമാലയൻ യാത്രകളെ കുറിച്ചുള്ള പുസ്തകത്തിനായിരുന്നു. ഹിമാലയൻ യാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതി രാജൻ കാക്കനാടിന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന പുസ്തകമാണ്. ചെറിയ പുസ്തകമാണ്, പക്ഷെ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. അത് അമർനാഥ് ഗുഹയിലേക്ക് എന്നൊരു പുസ്തകം. വളരെ ശ്രദ്ധേയമായ 2 കൃതികൾ അദ്ദേഹത്തിൻ്റെത്. അതേപോലെ തന്നെ കേരളത്തിൽ സഞ്ചാരികൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേര് എസ്.കെ. പൊറ്റക്കാടിൻ്റെതാണ്. പൊറ്റക്കാട് ഏറെ സഞ്ചരിച്ച മലയാളം എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ കാപ്പികളുടെ നാട്ടിൽ, അതേപോലെ തന്നെ നൈൽ ഡയറി, ബാലി ദ്വീപ് തുടങ്ങി ഈ അടുത്ത കാലത്ത് അത് ഒന്നിച്ച് ഒരൊറ്റ പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 3 വോള്യങ്ങളാണ്. ഒരുപക്ഷെ മലയാളത്തിന്റെ ഈ ശാഖയെ, സഞ്ചാര സാഹിത്യ ശാഖയെ ഏറ്റവും ശക്തിമത്താക്കിയത്, അതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാട് തന്നെയാണ്.
പൊറ്റക്കാട് പോയ റൂട്ടിലൂടെ ഇടക്കാലത്ത് നമ്മുടെ പോൾ സക്കറിയ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. ആ പുസ്തകവും DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ യാത്ര എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വളരെ റീഡബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. SK പൊറ്റക്കാട് പോയ ആ റൂട്ടിലൂടെ സക്കറിയ നടത്തിയ സഞ്ചാരം. കാരണം രണ്ട് കാലത്തുമുള്ള യാത്ര വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിന്റെ മുഖ്യധാരയെ കുറിച്ചാണ് പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. മലയാളത്തിന്റെ മുഖ്യധാര എന്ന് പറയുമ്പോൾ മുഖ്യതല്ലാത്ത ഒരു ധാര ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് സംശയിച്ചേക്കാം. ഇപ്പോ കേരളത്തില് മലയാള ഭാഷ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമൊന്നും ആയിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇന്നത്തെ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 150 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിട്ടുള്ളത് സുറിയാനി ഭാഷയും സുറിയാനി മലയാളവുമാണ്. അതിന് കർസോനി എന്ന് പറയോ, സീറോ മലബാറിക്ക എന്ന് പറയും. അതിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ നമ്പൂതിരിമാർ ഉപയോഗിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷയായിരുന്നു. സംസ്കൃതത്തിൽ എഴുതിയാലേ ഒരു കവിയാവൂ എന്ന് സങ്കല്പിക്കപ്പെട്ട ഒരു കാലമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു അരക്കവിയും ഉണ്ടായിട്ടുണ്ട്. പുനൻ നമ്പൂതിരി അറിയപ്പെടുന്നത് അരക്കവി എന്നാണ്. അപ്പൊ ഇതേ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ഈ എഴുത്ത് രീതികളൊക്കെ നിലനിൽക്കുന്ന കാലത്ത് തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് അറബിയും മറ്റൊന്ന് അറബി മലയാളവുമാണ്. ഞാൻ എല്ലാവർക്കും ഇത് കാര്യങ്ങൾ ഇപ്പൊ നോയ്മാനെ പോലുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. നോയ്മാനെ നിങ്ങൾക്ക് എത്രത്തോളം പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം അധ്യാപകനാണ്. ജർമ്മനിയിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു PhD. നോയ്മാൻ ജർമ്മനിയിലായിരുന്നു കുറച്ചു കാലം. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ടോർസൺ എന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരന്റെ ചരിത്രകാരന്റെ എഴുത്തുകാരൻ. അദ്ദേഹം തമിഴും അറബി തമിഴും അറിയുന്ന ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് അവിടെ അദ്ദേഹം PhD വർക്ക് നിർവഹിച്ചിട്ടുള്ളത്. നോയ്മാനൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ഇങ്ങനെ വിവരിച്ച് പറയുന്നതിന്റെ ഒരു പരിമിതി എനിക്കറിയാം. അപ്പൊ ഇവിടെ അറബിയിൽ എഴുതിയ ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ ഉപയോഗിച്ചത് അറബിയും അറബി മലയാളമാണ്. അറബി മലയാളം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ മംഗ്ലീഷ് എഴുതുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച് മലയാളം എഴുതാറുണ്ട്. ഇപ്പോൾ വാട്സപ്പിലൊക്കെ എഴുതുമ്പോൾ അതുപോലെ അറബി അക്ഷരം ഉപയോഗിച്ച് പരിഷ്കരിച്ച അറബി അക്ഷരം ഉപയോഗിച്ച് മലയാളം എഴുതുന്ന ലിപി സമ്പ്രദായമാണ് അറബി മലയാളം. അതിൽ 6000-ഓളം പദ്യഗ്രന്ഥങ്ങളും 1200-ഓളം ഗദ്യഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഭാഷയിൽ ആ ഒരു ലിപി സമ്പ്രദായത്തില് സഞ്ചാര സാഹിത്യം എന്നത് ഒരു സവിശേഷമായ ഒരു ശാഖയാണ്. അതിന് പറയാ സർക്കീട്ട് പാട്ടുകൾ എന്നാണ്. അതില് ഞാൻ വായിച്ച 1-2 കൃതികൾ, ഒന്ന് ഒരു ഭദ്രാവതി സർക്കീട്ട് പാട്ടാണ്, മറ്റൊന്ന് ബത്തേരി സർക്കീട്ട് പാട്ടാണ്. ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്താണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ബത്തേരി സർക്കീട്ട് പാട്ടൊക്കെ എഴുതുന്ന കാലത്ത് വളരെ ദുഷ്കരമാണ്. ഇപ്പൊ കോഴിക്കോട് നിന്ന് ബത്തേരി എത്തുക എന്നൊക്കെ പറയുന്നത് ചുരം, ഇതൊന്നും ഇന്നത്തെ ഒരു റോഡോ മറ്റോ ഇല്ലാത്തൊരു കാലത്താണ് അത് എഴുതപ്പെടുന്നത്. അപ്പോ അതിൽ സമ്പന്നമായ രീതിയിൽ ഒരുപാട് കൃതികൾ അതും പദ്യരൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. പദ്യരൂപത്തിൽ അറബി മലയാളത്തിൽ മാത്രമല്ല മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടക്കമുള്ള പലരും സഞ്ചാര കൃതികൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ കാശി യാത്ര, ഇങ്ങനെയുള്ള പല കൃതികൾ എഴുതിയിട്ടുള്ളത് പദ്യരൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വളരെ സമ്പന്നമായ ഒരു ശാഖയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് SK പൊറ്റക്കാടിന് അതേ കാലത്ത് തന്നെ യാത്ര നടത്തിയിട്ടുള്ള രാജൻ കാക്കനാടൻ, അതേപോലെ തന്നെ രവീന്ദ്രൻ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന കുറെ പേരുകളുണ്ട്. ഈ സഞ്ചാരികളുടെ കുറിപ്പുകൾ വായിക്കുമ്പോൾ നമ്മൾ ആ പോവാത്ത സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും കുറച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ. ഞാൻ ക്ലാസ് റൂമിലാണെങ്കിൽ ആരാണെന്നൊരു ചോദ്യം ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ചോദിക്കാൻ പറ്റില്ല. KP അപ്പനായിരിക്കും. KP അപ്പൻ കൊല്ലത്താണ് ജീവിച്ചത്. അദ്ദേഹം എറണാകുളം വരെ യാത്ര ചെയ്തിട്ടുള്ളൂ. അതിനിപ്പുറം അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ 2000-ൽ ഒരു കുങ്കുമത്തിന്റെ മില്ലേനിയം പതിപ്പിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ഈ യാത്രയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഊരുദണ്ഡിയുടെ കലയല്ല നിരൂപണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തെ മുകുന്ദൻ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ മുകുന്ദൻ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്ത് KP അപ്പൻ പറയുന്നത് ഞാൻ ഡൽഹി കണ്ടിട്ടുണ്ട്, അത് ഇന്ന കഥകളിലൂടെയാണ് ഞാൻ ഡൽഹി കണ്ടത് എന്നാണ്. അത് ആ ഇന്റർവ്യൂവിൽ തന്നെ മുകുന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ നമുക്ക് വിജയന്റെ കൂടെ ആനന്ദിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് കോണ്യാക്ക് കഴിക്കാം എന്ന്. ആ സമയത്ത് നമ്മുടെ
പിന്നെ കെ പി അപ്പൻ പറയുന്നത് അതിന്റെ രുചി ഞാൻ ഇന്ന കഥയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മകഥ പോലും എനിക്ക് തോന്നുന്നത് തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത്, ആ പുസ്തകം പോലും പുസ്തകങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിലേക്കുള്ള യാത്രയാണ്, തീർത്ഥാടനമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പുസ്തകങ്ങളിലൂടെ നമ്മൾ കാണാത്ത ദേശങ്ങളും ജനസമൂഹങ്ങളെയും ജീവിതങ്ങളെയും ഒക്കെ അറിയുവാനും കാണുവാനും സാധിക്കും. അതുകൊണ്ട് ഒരു സഞ്ചാരകൃതി നാം വായിക്കുന്നത്, ഇപ്പോൾ സന്തോഷ് കുളങ്ങരയുടെ പേര് നേരത്തെ പറഞ്ഞു, ഇത്തരത്തിലുള്ള സഞ്ചാരികളെയൊക്കെ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കേൾക്കാത്ത കാണാത്ത ദേശങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോ 80 90 വയസ്സ് വരെയാണ്. മുമ്പാണെങ്കിൽ 60 എന്ന് പറയും. 1940-കളിലാണെങ്കിൽ 50-കളിലാണെങ്കിൽ 60 എന്ന് പറയും. 1930 മുമ്പാണെങ്കിൽ നമ്മുടെ ആയുഷ്ദൈർഘ്യം ശരാശരി 30 ആയിരുന്നു എന്നതാണ് ഈ അടുത്ത കാലത്ത് ഒരിടത്ത് വായിക്കാൻ പറ്റിയത്. അപ്പോ അത്ര ചെറിയ ഒരു ജീവിതം കൊണ്ട് നമുക്ക് വായനയിലൂടെ ഇത്തരത്തിലുള്ള കൃതികൾ വായിക്കുന്നതിലൂടെ നമുക്കൊരു 1000 വർഷം പിന്നിലും 1000 വർഷം മുമ്പോട്ടും ഒക്കെ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കാണാത്ത ദേശങ്ങൾ, അറിയാത്ത കാണാത്ത സമൂഹങ്ങൾ, ഇവരെയൊക്കെ നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ട്. ജുനൈദിന്റെ പുസ്തകം, ഇദ്ദേഹം ഡൽഹി, മഹാരാഷ്ട്ര, ആ യാത്രക്കിടയിൽ കുറച്ച് സമയം എന്ന് ഈ കൃതിയിൽ പറയുന്ന ഗോവ, ഇത്തരം പ്രദേശങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള, അപ്പോ ജുനൈദിനെ കുറിച്ച് നേരത്തെ ഫാദർ പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. ജുനൈദ് എന്താ പറയാ, അത് നമ്മൾ ഒരു അക്കാഡമിക് എന്ന രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു കൃതിയെ വിലയിരുത്തുമ്പോൾ ഗ്രന്ഥകാരനെ കൂടി നമ്മൾ കാണേണ്ടി വരും. ഗ്രന്ഥകാരനെ കാണേണ്ടതില്ല എന്ന് പറയുന്ന തിയറി ഉണ്ട്. പക്ഷെ ഗ്രന്ഥകാരനെ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ പുസ്തകം കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റുക. ജുനൈദ് രാഷ്ട്രീയ പ്രവർത്തകനാണ്, അടിമുടി രാഷ്ട്രീയ പ്രവർത്തകനാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ജുനൈദിനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജുനൈദ് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലം മുതൽ അവിടെ യൂണിയൻ വൈസ് ചെയർമാൻ ആയിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ജനതാദളിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ജുനൈദ് തെരഞ്ഞെടുത്തിരിക്കുന്ന രാഷ്ട്രീയ ഏരിയ എന്നത്, അല്ലെങ്കിൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമാണ്. ജയപ്രകാശ് നാരായണന്റെയും അതേപോലെ തന്നെ നമുക്ക് അനേകം പേരുകൾ പറയാൻ പറ്റും. ആ ഒരു ധാരയിൽ വരുന്ന സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ഇങ്ങേ തലക്കലുള്ള ഒരു വ്യക്തിയാണ് ജുനൈദ്. ജുനൈദിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ഇതിന്റെ തുടക്കത്തിൽ ഷൈജൽ എഴുതിയ മഹാപ്രയാണങ്ങളിലേക്ക് ഒരാൾ എന്ന ആമുഖത്തിൽ ഷൈജൽ സൂചിപ്പിക്കുന്ന MP വീരേന്ദ്രകുമാറും സഞ്ചാരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹൈമവത ഭൂവിൽ എന്ന പുസ്തകം, പിന്നെ നല്ല ഹൈമവത ഭൂവിൽ എന്ന തുടക്കം കാളിദാസന്റെ കൃതിയിലുള്ളതാണ്. ആ കൃതി നമുക്കറിയാം ഒരു ഭാരത പര്യടനമാണ്. അദ്ദേഹം നടത്തിയ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയാണ്. അദ്ദേഹത്തിന്റെ ആമസോണും ചില വ്യാകുലതകളും എന്ന കൃതി, അതൊരു സഞ്ചാര കൃതിയാണ്. അപ്പോ ആ ഒരു പിന്നെ ഷൈജൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകം, ഓരോ യാത്രകളും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ കൂടിയാണെന്ന് ജുനൈദിന്റെ രാഷ്ട്രീയ ഗുരുവായ MP വീരേന്ദ്രകുമാർ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയാ, ഓരോ യാത്രകളും അവനവരിലേക്കുള്ള തീർത്ഥാടനം തന്നെയാണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴാണ് നമുക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റുക. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഫാദർ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത്രയേറെ തവണ ഇന്ത്യക്ക് പുറത്തു പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഈ മാർച്ച് മാസത്തിൽ, ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാവുകയാണ്, UK ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, സ്കോട്ട്ലാൻഡിലെ ഒരു 20 ദിവസം. അവിടെ നിന്ന് ഇന്ത്യയെ നോക്കുമ്പോൾ നമ്മുടെ മേന്മകളും നമ്മുടെ പോരായ്മകളും നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഒരു സ്ട്രക്ചറിന് പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് പലപ്പോഴും നമ്മെ മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ഇടക്കാലത്ത് പല എന്താ പറയാ നമ്മുടെ പ്രമേയങ്ങളായിട്ടൊക്കെ പാശ്ചാത്യ സംസ്കാരം വലിച്ചെറിയുക എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാം വലിച്ചെറിയേണ്ട യാതൊരു ആവശ്യമില്ല എന്ന്. കാരണം നമ്മളെക്കാൾ പല കാര്യത്തിലും അവർ വളരെ മാന്യമായ പെരുമാറ്റവും സംസ്കാരവുമാണ് അവരുടേത്. അവരിൽ നിന്നും നമ്മൾ പഠിക്കാനുണ്ട്. ഒരു സംസ്കാരവും കലർപ്പറ്റതല്ല, എല്ലാം കലർപ്പുള്ളതാണ്. കലർപ്പോട് കൂടിയാണ് ഭാഷകളും സാഹിത്യവും എന്താ പറയാ സംസ്കാരം എല്ലാം വളർന്നിട്ടുള്ളത്. ദൈവസങ്കല്പങ്ങളിൽ പോലും ഈ കലർപ്പ് കാണാൻ പറ്റും. കൊടുക്കൽ വാങ്ങലുകൾ, കൾച്ചറൽ ഗീവ് ആൻഡ് ടേക്കിലൂടെയാണ് എല്ലാം വളർന്നിട്ടുള്ളത്. അപ്പോ ഞാൻ പറയുക, അവനവനിലേക്കുള്ള തീർത്ഥാടനം തന്നെയാണ്. അവനവനെ തിരിച്ചറിയുവാനുള്ള, നമ്മുടെ മനസ്സിന്റെ ചെറുപ്പത്തെ വലുപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ, വികസ്വരമാക്കുവാനുള്ള ഒരവസരം കൂടിയാണ് യാത്രകൾ. അപ്പോ ഇന്ത്യയിൽ ജീവിച്ചിട്ട് ഇന്ത്യ മുഴുവൻ കാണാതെ ഒരാൾ മരിച്ചുപോയാൽ
അതൊരു വലിയ നഷ്ടമാണെന്ന് ഞാൻ പറയും. നമുക്കറിയാം, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ വലിപ്പവും നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഇതിൽ പിന്നെ ഖജുരാഹോ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഓരോന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എല്ലോറ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലോറ വളരെ പ്രസിദ്ധമാണ്, എല്ലോറ ഗുഹകള്. അപ്പോൾ അത് ഏതെങ്കിലും ഞാൻ ഒന്നിലേക്ക് മാത്രം ഒതുക്കുന്നില്ല. നമ്മുടെ വയനാട് പോലും നമുക്ക് ഒരു സഞ്ചാരിക്ക് നമുക്ക് കാണാൻ ഒരുപാട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് എടക്കൽ ഗുഹ അടക്കമുള്ള 7000-ഓളം വർഷം പഴക്കമുള്ള നമ്മുടെ 1900-ൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഹുഡ്സും അതേപോലെ തന്നെ പിന്നെ എന്തായിരുന്നു കണ്ടെത്തിയാണത് ഫസ്റ്റ് എടക്കൽ ഗുഹ ഫോസറ്റ് 1900-ൽ ഇന്ത്യൻ ആന്റിക്വയറിൽ ഇതിനെക്കുറിച്ച് എഴുതുന്നു. അങ്ങനെയാണ് എടക്കൽ ഗുഹ പുറത്തറിയപ്പെടുന്നത് നമുക്കറിയാം. അപ്പൊ അവരൊക്കെ വന്നിട്ടുള്ള എടക്കൽ ഗുഹ, അദ്ദേഹം പറയുന്നത് 7000 വർഷത്തെ പഴക്കമാണ് ഫോസറ്റിന്റെ പഠനത്തെ അല്ലെങ്കിൽ ചിത്രങ്ങൾ ആധാരമാക്കി അന്ന് ഇന്ത്യയിൽ ജീവിച്ച വലിയ എപ്പിഗ്രാഫിസ്റ്റായ പിന്നെ ഹുഡ്സ് പറയുന്നത് 7000 വർഷത്തെ പഴക്കമാണ് നമ്മുടെ വയനാട് ജില്ലയിലുള്ള എടക്കൽ ഗുഹയ്ക്ക് പറയുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള 1938-ൽ മാതൃഭൂമി വാർഷിക പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് 7000 വർഷത്തിലേറെ പഴക്കമുണ്ട് എടക്കൽ ഗുഹയിലെ ചിത്രങ്ങൾക്ക്. അതേസമയം ലിപിക്ക് 3000 വർഷം എന്ന് പറയുന്നത്. ഒരു പക്ഷേ കേരളത്തിന്റെ അടിയാധാരമാണ് വയനാട് ജില്ലയിൽ നിലകൊള്ളുന്ന നമ്മുടെ എടക്കൽ ഗുഹ എന്ന് പറയാം. അതുകൊണ്ട് വയനാട് പോലും നമ്മൾ കാണാൻ അല്ലെങ്കിൽ അറിയാൻ, ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് വെറും കണ്ടുപോരുക എന്നുള്ള മാത്രമല്ല, അതിനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ അർത്ഥത്തിൽ നമ്മുടെ വയനാട് പോലും വളരെ റിച്ചാണ്. ചരിത്ര സഞ്ചാരികൾക്ക് ഏറെ കൗതുകമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ വയനാട് പോലും. അപ്പോൾ ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ജുനൈദ് യാത്ര നടത്തിയിരിക്കുന്നത് ഏറെയും ഡൽഹിയെ കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. ഞാൻ ഒരു തവണ പോയപ്പോൾ എൻ്റെ കൂടെ ഷൈജിലും ഉണ്ടായിരുന്നു. ഞങ്ങള് ഹരിയാനയിലെ സിർസ ജില്ലയിലെ ദേവിലാൽ മെമ്മോറിയൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ ഒരു പിന്നെ സെമിനാറിൽ, അഖിലേന്ത്യാ സെമിനാറിൽ പങ്കെടുക്കുവാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് നോക്കി, ഈ അടുത്ത് വായിച്ച ഡൽഹിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത് ഡൽഹി കാഴ്ചകൾ എന്ന മാതൃഭൂമിയുടെ ഡൽഹി ലേഖകനായിരുന്ന സുബൈർ എഴുതിയ പുസ്തകമാണ്. അതേപോലെ തന്നെ ശ്രീകാന്ത് കോട്ടക്കൽ എഴുതിയിട്ടുള്ള ഇന്ത്യൻ യാത്രകൾ എന്ന പുസ്തകം, നമ്മുടെ OK ജോണിയുടെ സമീപകാലത്ത് വന്നിട്ടുള്ള ബംഗാൾ യാത്ര, അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അപ്പോൾ ഈ പുസ്തകങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡൽഹിയുടെ ഒരു ചിത്രമുണ്ട്. ഡൽഹിക്ക് ഒരു നീണ്ട കാലത്തിന്റെ ചരിത്രം പറയുവാറുണ്ട്. നമുക്കറിയാം കുത്തുബ് എന്താ പറയാ, അവിടെ ഓരോ കാലഘട്ടത്തിലും, അത് പ്രത്യേകിച്ച് മുഗൾ കാലഘട്ടത്തിലുള്ള വലിയ സംഭാവനകളാണ് ഡൽഹിയിൽ നമ്മൾ ഇപ്പോൾ ഏറെയും കാണുന്നത്. താജ്മഹൽ പോലെ സുന്ദരവും കുത്തുബ് മിനാർ പോലെ ഉന്നതവും ചെങ്കോട്ട പോലെ കരുത്തുറ്റതുമായ ഒരു സംസ്കാരം, അതിന്റെ തിരുശേഷിപ്പുകൾ നമുക്ക് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ തന്നെ ഒരു കൗതുകത്തോടെ സഞ്ചരിച്ച, അപ്പോ ഇതിൽ തന്നെ ഡൽഹിയിലേക്ക് യാത്ര തുടങ്ങുന്നു. എന്താ പറയാ, ബിലോങ് ടു ഡൽഹി എന്ന ഒന്നാമത്തെ അധ്യായം. ഇവിടുന്ന് ട്രെയിൻ കയറുന്നു, പക്ഷെ പെട്ടെന്ന് അവിടെ എത്തുന്നുണ്ട്. അവിടെ എത്തി ഞാൻ മനസ്സിലാക്കുന്ന അധികവും ജുനൈദ് സഞ്ചരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാവണം, മറ്റൊന്ന് ജോലി ആവശ്യാർത്ഥവും ആയിരിക്കാം. ഈ രീതിയിലൊക്കെയാണ് പിന്നെ ജുനൈദ് ഇതിൽ യാത്ര നടത്തുന്നത്. നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഓരോ ആളുടെയും കാഴ്ചകൾ ഡിഫറെന്റ് ആണ്. കാഴ്ച മാത്രമല്ല, ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിഷയം, ഒരു 40 പേരുള്ള ഒരു ക്ലാസ്സിൽ, ഒരു ഇങ്ങനെയുള്ള ഒരു ഹാളില് ഞാനൊരു വിഷയം തന്നിട്ട് എഴുതാൻ പറഞ്ഞാൽ 40 പേര് എഴുതിയാൽ അത് 40 തരമായിരിക്കും. ഒരിക്കലും തന്നെ ഒരാൾ എഴുതുന്നത് പോലെ ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഒരാൾ എഴുതുന്നത് അയാളുടെ മുൻ അറിവ്, അതേപോലെ മുൻ വായന, അദ്ദേഹം വളർന്ന സാംസ്കാരിക പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം, പലതും ചേർന്നതാണ്. അതൊക്കെയാണ് നമ്മുടെ പേനയിലൂടെ വരുന്നത്. തീർച്ചയായിട്ടും ജുനൈദ് എഴുതുമ്പോൾ ജുനൈദ് ആർജിച്ച അറിവും അനുഭവവും ഒക്കെ തന്നെ അതിൽ കടന്നു വരും. അതുകൊണ്ട് ജുനൈദ് ഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ശ്രീകാന്ത് കോട്ടക്കൽ കാണാത്ത, അല്ലെങ്കിൽ നമ്മുടെ പത്രപ്രവർത്തകനായ സുബൈർ കാണാത്ത മറ്റു പലരും എഴുതിയിട്ടുണ്ട് ഡൽഹിയെ കുറിച്ച്. നമ്മുടെ വീരേന്ദ്രകുമാറിന്റെ രചനയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവരൊന്നും കാണാത്തതാണ് ജുനൈദ് കാണുന്ന പല കാഴ്ചകളും. അപ്പൊ ഇതിൽ ഭക്ഷണത്തെ കുറിച്ച് ഏറെക്കുറെ പറയുന്നുണ്ട്. ആഹാരം സംസ്കാരം എന്ന 2ാമത്തെ അധ്യായം.
ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായ ഒരു സഞ്ചാരി ഒരു യാത്രാവിവരണം എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ചില എന്താ പറയുക മിന്നായങ്ങൾ ഈ ഒരു അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആഹാരം സംസ്കാരം എന്ന ഈ അധ്യായത്തിൽ പലതരം ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ പലരും ചെയ്യുക കേരളത്തിന് പുറത്ത് പോയാലും കേരള ഫുഡ് എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചു പോകും. ഞാൻ പറയാം അങ്ങനെയല്ല വേണ്ടത്. പുറത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് അറിയാൻ ശ്രമിക്കണം. കാരണം ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ അതൊരു സംസ്കാരമാണ്, എന്താ പറയുക, ഒരു ജീവിത രീതിയുടെ ഭാഗമാണ്. അപ്പോൾ ഓരോ നാട്ടിലെയും രുചിഭേദങ്ങൾ, രുചി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഈ വേദിയിൽ രണ്ട് തരം സന്തോഷമുള്ളത്. ഒന്ന്, ചെങ്ങാടം എന്ന ഈ ഗ്രാമത്തിലെ ദീപ്തമാവുന്ന ഒരു ലൈബ്രറിയിൽ നിൽക്കാൻ കഴിയുന്നു എന്നത് ഒരു ഭാഗ്യം. അത് നിൽക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജുനൈദിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാൻ വേണ്ടി. രണ്ടാമത്തത്, ഈ വേദിയിലുള്ള ആളുകൾക്കൊപ്പം ഇരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷവും. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ അസീസ് ഡോക്ടർ ആവുന്നതിന് മുൻപ്, ന്യൂ ഐമാൻ ഡോക്ടർ ആവുന്നതിന് മുൻപ്, ഷൈജല് തലനിറച്ച പ്രിൻസിപ്പൽ ആവുന്നതിന് മുൻപ്, ഈ അച്ഛൻ എൻ്റെ നാട്ടുകാരൻ കൂടി, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത്, അതുപോലെ തന്നെ ജോസ് സാറ് വലിയ പള്ളത്ത് സാറാവുന്നതിന് മുൻപ് ഞങ്ങളുടെ ഒരു യൗവനകാലം, ആ ഒരു കാലത്തിൻ്റെ ഒരു നൊസ്റ്റാൾജി, ഒരു ഗൃഹാതുരത്വം ശരിക്കും ഇവിടെ അനുഭവപ്പെടുകയും അതോടൊപ്പം തന്നെ അക്ഷരങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേദിയൊക്കെ എന്നും ധന്യമാണ്. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ അക്ഷരങ്ങളിലൂടെയാണ്. സാധാരണ നമ്മൾ പറയാറുള്ള ഒരു വാക്കുണ്ട്, എഴുതിയവരൊക്കെ മരിച്ചു പോകും, എഴുതുന്നതൊന്നും മരിക്കുകയില്ല. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട സാഹിത്യം ഏതാണെന്ന് ചോദിച്ചാൽ നേരത്തെ SS സാർ വളരെ ഗൗരവമായി പറഞ്ഞു വെച്ചു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ആവർത്തനം എപ്പോഴും നമുക്ക് വിരസതയാണ്. മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നോവലിസ്റ്റ് പറയും നോവലാണെന്ന് പറയും. എന്നാൽ ചെറുകഥാകൃത്ത് പറയുക ചെറുകഥയാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയും. ഈ പഠനക്കുറിപ്പുകൾ തയ്യാറാക്കുന്ന ഐമാനും അതുപോലെ തന്നെ അസിസ്റ്ററും ഒക്കെ പറയാൻ സാധിക്കുന്നത് പഠനക്കുറിപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ്. വായനയെ ഇഷ്ടപ്പെടുന്ന ഞാൻ പറയുക, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തോ അതിനെയാണ് നമുക്കിഷ്ടം അല്ലേ. നേരത്തെ വളരെ നന്നായിട്ട് നമ്മുടെ LCG അലിസേജി വളരെ നന്നായിട്ട് പാടും. ഇതിനുള്ള ശ്രമം ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ നടത്തിയാൽ ചിലപ്പോൾ ആളുകൾ ഇതുപോലെയല്ല ഇരിക്കും. മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടായിട്ടുണ്ട് അല്ലേ. ആടുജീവിതം വന്നപ്പോൾ നമ്മൾ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ വായിച്ചത്? നമ്മുടെ മനസ്സിൽ നജീബി ഇങ്ങനെ കയറി ഇറങ്ങി കടന്നുപോയി. എൻ്റെ ഉപ്പുപ്പാക്ക് ആനിണ്ടാകുന്ന ബഷീർക്ക പറഞ്ഞു വെച്ചപ്പോൾ നമ്മളത് എങ്ങനെയാണ് വായിച്ചത്? നമ്മൾ ആമിനയായി ഉള്ളാർത്തി പാറുവായി നമ്മുടെ മുൻപിലൂടെ ഇങ്ങനെ കടന്നുപോയി. മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുഴുവൻ അവൻ കൈനീട്ടി സ്വീകരിക്കും. അത് നിരൂപണമായാലും അത് നോവൽ സാഹിത്യമായാലും സഞ്ചാര സാഹിത്യമായാലും ഏതും. എന്നാൽ മലയാളിക്ക് ഈ സഞ്ചാര സാഹിത്യത്തിലേക്ക് മലയാളിയെ കൊണ്ടുപോയി എത്തിച്ചത് നമുക്ക് മുൻപേ പോയ ചില പ്രഗത്ഭരായ എഴുത്തുകാരൻ. ഒരുപക്ഷെ അതിനകത്ത് വിഷ്വൽ മീഡിയ ഒക്കെ വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിൻപറ്റിയാണ്, ആ ഒരു ധൈര്യത്തിലാണ് ശരിക്ക് ജുനൈദും പുസ്തകം എഴുതി വെച്ചത്. നമ്മളൊക്കെ കണ്ണുള്ളവരാണ് അല്ലേ, കണ്ണുള്ളവരാണ്. കണ്ണുള്ള നമ്മൾ യാത്ര ചെയ്യുന്നത് പലപ്പോഴും കുട്ടികളോട് യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുട്ടികൾ യാത്രയ്ക്ക് വേണ്ടി വലിയ ആഘോഷമാണ്. വീട്ടിലൊക്കെ വലിയ ബഹളം വെച്ച് ടൂർ പോകാൻ വേണ്ടി പൈസയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ബസ്സിൽ കയറും. ബസ്സിൽ കയറുമ്പോൾ തന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെക്കും. എന്നിട്ട് യാത്ര തീരുന്നത് വരെ പാട്ട് കേൾക്കും. തിരിച്ചു വന്ന് നമ്മൾ ചോദിച്ചാൽ അല്ലെങ്കിൽ പലതും ചെയ്യാൻ വേണ്ടി പോകുന്നത്, ബസ്സിൽ യാത്രയ്ക്ക് പോകുമ്പോൾ ടൂർ പോകുമ്പോൾ വലിയ ബസ് വേണമെന്ന് ആദ്യം പറയാം. പക്ഷെ ബസ് വിളിക്കുമ്പോൾ DTA സൗണ്ടുള്ള വേണേ. അങ്ങനെ ഈ ബസ്സിൽ വലിയ അടിച്ചുപൊളി ബഹളവും ഒക്കെ ആയിട്ട് വലിയ ചാട്ടവും ആട്ടവും പാട്ടും ഒക്കെയായി യാത്ര പോയി വന്ന് തിരിച്ചു വന്ന് ചോദിച്ചാൽ ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ കുട്ടികൾ പറയും ടൂർ വളരെ ഗംഭീരമായി സാർ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് കണ്ടത്? കണ്ണു വേണം ഇരുപുറവും, കണ്ണു വേണം മുകളിലും താഴെയും. കാഴ്ചകൾ കാണുന്നതല്ല, കണ്ട കാഴ്ചകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം. എന്ത് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. ഈ ഒരു കുഞ്ഞു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ ഒരു യാത്രയപ്പ് നടന്നതിനെ കുറിച്ച് പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. ആ യാത്ര
യാത്രയയപ്പ് നൽകുന്നത് കളക്ടറേറ്റിലെ ഒരു തൂപ്പുകാരിക്ക്, കളക്ടറേറ്റിലെ പാവപ്പെട്ട ഒരു തൂപ്പുകാരിക്ക് യാത്രയയപ്പ് കൊടുക്കുന്നു. ആ യാത്രയയപ്പ് യോഗത്തിൽ ആദ്യം തൂപ്പുകാരിയെ കൊണ്ടുവന്ന് വേദിയിലെടുത്തി. ഒരു പ്രായമുള്ള അമ്മയാണ്, വലിയ കാണാനുള്ള ഭംഗിയൊന്നുമില്ല. അങ്ങനെ അമ്മ വേദിയിൽ വന്നിരിക്കുന്നു. അതിന് തൊട്ടു പിറകെ ആ പ്രദേശത്തെ, ആ ജില്ലയിലെ കളക്ടർ വരുന്നു. കളക്ടർ കയറി വന്നപ്പോൾ ഈ അമ്മയുടെ കാല് തൊട്ട് വന്നിച്ച് വേദിയിൽ കയറിയിരുന്നു. രണ്ടാമത് വന്നത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളും ഈ അമ്മയുടെ കാല് തൊട്ട് വന്നിച്ചു. അങ്ങനെ പിന്നീട് കടന്നു വന്ന 2-3 ആളുകൾ ഈ അമ്മയെ വണങ്ങി വേദിയിലേക്ക് വന്നു. നിങ്ങളുടെ മനസ്സിലുണ്ടായതുപോലെ ഒരു സംശയം, ഇത് വായിക്കുമ്പോൾ എന്റെ മനസ്സിലുമുണ്ടായി, എന്തുകൊണ്ട് ഈ തൂപ്പുകാരിയെ ഇവർ തൊട്ടു വന്നിച്ചു? എല്ലാവരുടെ മനസ്സിലും ആകാംക്ഷയുണ്ട്, പക്ഷെ ആരും ചോദിക്കില്ല. അങ്ങനെയാണല്ലോ, ചോദിക്കാനുള്ളതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അവസാനം ചോദ്യം നമ്മുടെ ഒപ്പം തന്നെ തീർന്നു പോവുകയും ചെയ്യും. എന്നാൽ യോഗം തുടങ്ങിയപ്പോൾ കളക്ടർ അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ വേദിയിൽ നിന്ന് യാത്രയയപ്പ് നൽകുന്നത് ഈ സ്ത്രീ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എന്നല്ല, ഞങ്ങളുടെ അമ്മയാണ്. എനിക്ക് പിറകെ വന്ന ഇവരുടെയൊക്കെ അമ്മയാണ്. ഞങ്ങൾ ഒരു തൊഴിലെത്തിയപ്പോൾ, ഒരു മേഖലയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പണി നിർത്തണം, ഇനി അമ്മ തൂപ്പ് ജോലിക്ക് പോവേണ്ട എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ മറുപടിയാണ് കളക്ടർ പറഞ്ഞത്. അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നിന്നെ കളക്ടറോളം എത്തിച്ചത് ഈ ജോലിയാണ്. നീ കളക്ടർ ആവുന്നതിനേക്കാൾ മഹത്വം എനിക്ക് ഞാൻ തൂപ്പുകാരിയാവുന്നതാണ്. വേറിട്ട് ചിന്തിക്കാൻ കഴിയണം. എന്ത് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്നുള്ളത് പ്രധാനം. എഴുത്തുകൾ ആ തരത്തിലാവണം. ആ തരത്തിൽ ജുനൈദ് വിജയിക്കുകയാണ്. ഓരോ യാത്രയും അറിവുകളാണ്, അറിവുകൾ തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾക്കൊരു ശ്രേഷ്ഠനായി മാറുന്നത്. ആ തരത്തിൽ ഈ പുസ്തകത്തെ നമ്മൾ ആ തരത്തിൽ കാണണം. വിശദമായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് അവതരിപ്പിച്ചുകൊണ്ട് സാർ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കയറുന്നില്ല. ഓരോന്നും മികവാർന്നതാണ്, വേറിട്ടതാണ്. ഇതിനെ ഏറ്റെടുക്കാം, ഇതിനെ വിമർശിക്കാം. ഇതിനെ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ വിമർശിക്കണം. വിമർശിക്കുമ്പോഴാണ് ഇത് വളർച്ചയുണ്ടാവുന്നത്. ലീലാവതി ടീച്ചറോട് എപ്പോഴും പറയും, നിങ്ങൾ വിമർശിച്ചപ്പോഴാണ് ഞങ്ങൾ വളർന്നതെന്ന് പറഞ്ഞ എഴുത്തുകാരെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ വിമർശനാത്മകമായി കാണണം. ഇവിടെ കണ്ട യാത്ര ഡൽഹി കണ്ട, മറ്റുള്ളവർ കണ്ടതുപോലെ അല്ല ജുനൈദ് കണ്ടത്. എങ്ങനെ ഒരു സാധനത്തെ വ്യത്യസ്തമായി കാണാം എന്നുള്ളത് കൂടി ഈ യാത്രാ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ രാപ്പാർത്ത നഗരങ്ങൾ നമുക്ക് മുൻപോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ, കാഴ്ചകൾ ഉണ്ടാവണം. കാഴ്ചകൾ ഏറ്റെടുക്കാൻ പറ്റണം. ഏറ്റെടുത്ത കാഴ്ചകൾ വൈവിധ്യമാവണം. കണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം. ഈ തരത്തിൽ ഒരു വലിയ വിജയമാണ്. സമയം അതിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് എത്തിയത് കൊണ്ട് ഇനിയും വാക്കുകൾ നീട്ടുന്നതിൽ അർത്ഥമില്ല. ഇതൊരു അനുഭവമായി മാറണമെങ്കിൽ ഇത് നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ 2 തരത്തിൽ നമുക്ക് വായിക്കാൻ കഴിയണം. ഒരു കൃതി ഒരു പ്രാവശ്യം വായിച്ചു പോകുമ്പോൾ കൃതിയായി വായിക്കുക. മറ്റൊന്ന്, കൃതികൾ വായിക്കുമ്പോൾ സാറിന് പറയാറുണ്ട്, അമ്മായിയമ്മ വായിക്കുന്നത് പോലെ വായിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പുസ്തകങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കാളേറെ പുസ്തകം ഏതൊരു പുസ്തകവും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പുറത്ത് എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ പരിഗണിക്കാറുള്ളത്. നമ്മുടെ ചില വസ്തുക്കളിൽ ആരോപിച്ച അതിൻ്റെ ചില ലക്ഷ്യങ്ങളുണ്ടാകും. അപ്പോൾ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വിജ്ഞാനം നൽകുന്നതാണ്, നമുക്ക് അറിവ് പകരുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഒരു പുസ്തകത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യമായി, ദൗത്യമായി നമ്മൾ ആരോപിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം നിർവഹിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ വളരെ രാജൻ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളായി നമ്മൾ പരിഗണിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊരു ഗവേഷണത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും നോക്കാറുള്ളത് ഇങ്ങനെയുള്ള പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾക്ക് പുറത്ത് ഒരു പുസ്തകം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾക്ക് പുറത്ത് ആയിരിക്കും ഒരുപക്ഷെ ഒരു പുസ്തകം അതിമനോഹരമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില മൊമെന്റുകൾ പല വസ്തുക്കളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരാറുണ്ട്. അപ്പോൾ ഞാനതിന് എൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും ഉദാഹരണമായി പറയാറുള്ളത്, നമ്മളൊക്കെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് അലക്കാൻ വേണ്ടിയാണ്, വസ്ത്രം അലക്കാൻ വേണ്ടിയാണ്. പക്ഷെ പഞ്ചാബിൽ നമ്മൾ പോയാൽ വാഷിംഗ് മെഷീൻ വ്യാപകമായി ഉപയോഗിക്കുന്നത് ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മളൊരിക്കലും അത് ലസ്സി ഉണ്ടാക്കുക എന്നുള്ളത് വാഷിംഗ് മെഷീൻ്റെ
ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യമല്ല. അപ്പോൾ ആളുകൾ പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആ ടെക്നോളജി ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കും. അതിൻ്റെ ഈ വാഷിംഗ് മെഷീൻ്റെ നിർമ്മാതാക്കൾ പോലും ഒരിക്കൽ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഈ ഒരു ടെക്നോളജി പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത്. ഒരു പക്ഷേ ഇങ്ങനെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള എന്താണ് ഓരോ ടെക്നോളജിയും ഓരോ പുസ്തകവും നമുക്ക് വേണ്ടി കരുതി വെച്ചത് എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം കൂടിയാണ്. ഇപ്പം എൻ്റെ ഒരു അധ്യാപകൻ, അദ്ദേഹം മധ്യകാലത്തെ ലൈബ്രറികളെ കുറിച്ച് പഠിക്കുന്ന ഒരു അധ്യാപകൻ. അത് സിറിയയിലെ ഡമാസ്കസിലെ ലൈബ്രറികളെ കുറിച്ചാണ് അദ്ദേഹം പഠിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ആളുകൾ പുസ്തകത്തിൻ്റെ പുനരുപയോഗം നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണ വിഷയം. അപ്പം അതിൽ അദ്ദേഹം ചെയ്യുന്നത് മുൻകാലത്ത് ഉപയോഗിച്ച പുസ്തകങ്ങളാണ് ആളുകൾ പിന്നീട് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ കലണ്ടർ, ഉദാഹരണത്തിന് കലണ്ടർ നമ്മൾ ഒരു വർഷം അതിൻ്റെ ഡേറ്റ് നോക്കാൻ ഉപയോഗിക്കും. അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് പുസ്തകത്തിൻ്റെ ചട്ടയായി നമ്മൾ ഉപയോഗിക്കും. നമ്മളൊരു കലണ്ടറിൻ്റെ ചരിത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ആ ഒരു വർഷത്തെ ചരിത്രമായിരിക്കും എഴുതുക. പക്ഷെ ആ കലണ്ടറിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ആ വർഷം കഴിയുമ്പോഴായിരിക്കും. നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ എത്തുന്നത് എഴുതുക, രാവിലെ ഒരു 6 മണിക്ക് പത്രം നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ 6 മണിക്ക് സ്വാഭാവികമായും വീട്ടിൻ്റെ മുന്നിലൂടെയാണ് പത്രം എത്തുക. പത്രം എത്തിയാൽ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആളുടെ കയ്യിലായിരിക്കും ആദ്യം പത്രം എത്തുക. അപ്പോൾ അതൊരു 7 മണി മുതൽ 8 മണി അല്ലെങ്കിൽ 9 മണി വരെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കും പത്രം. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ അച്ഛൻ്റെ കയ്യിലായിരിക്കും പത്രം. 10 മണി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പത്രം നമ്മുടെ വരാന്തന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോഴേക്ക് പത്രത്തിൻ്റെ ഉടമസ്ഥത മാറും അല്ലേ. ഒരുപക്ഷെ വീട്ടിലെ സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ കുട്ടികളായിരിക്കും വായിക്കുന്നത്. ഒരു ഉച്ച കഴിയുന്നതോടുകൂടി പത്രത്തിൻ്റെ ലൊക്കേഷൻ വീണ്ടും മാറും അല്ലേ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പത്രം വേറൊരു സ്ഥലത്തെത്തും. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിലെ കോണിപ്പടിയുടെ അടിയിലായിരിക്കും ഉണ്ടാകുക. പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്ക് പത്രം വീട്ടിലെ പഴയ സാധനങ്ങളുടെ ശേഖരത്തിലേക്ക് മാറും. അപ്പോൾ 2 മാസം കഴിയുമ്പോഴായിരിക്കും പഴയ സാധനങ്ങൾ ശേഖരിക്കാൻ വരുന്ന ഒരാൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പത്രം നമ്മുടെ വീട്ടിലെ കേടായ മിക്സി, പിന്നെ പൊട്ടിയ കസേര, ഇങ്ങനെയുള്ള പല സാധനങ്ങളുടെ കൂട്ടത്തിൽ ഈ പത്രം നമ്മൾ വീട്ടിൻ്റെ പിൻഭാഗത്തൂടെ, അപ്പോഴൊക്കെ മുന്നിലൂടെ വന്ന പത്രം വീട്ടിൻ്റെ പിൻഭാഗത്തേക്ക് എത്തുന്നു. പിന്നെ ഈ പത്രം വെക്കുന്നത് മിക്കവാറും വീട്ടിലെ സ്ത്രീകളായിരിക്കും, അവരുടെ ഉടമസ്ഥതയിലായിരിക്കും. അവർ ആ പത്രം വിൽക്കുന്നു. പകരം വീട്ടിലേക്ക് പുതിയ ബക്കറ്റ്, എന്താ പറയുക, പുതിയ മറ്റു പാത്രങ്ങൾ, ചട്ടികളൊക്കെ വാങ്ങുന്നു. നോക്കപ്പോൾ വീട്ടിൻ്റെ മുമ്പിലൂടെ വന്നൊരു പത്രം ഒരു മാസം കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഒരു സഞ്ചാരം നോക്കുക, ആ പത്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കുക, ആ പത്രം ആ വീട്ടിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നോക്കുക, വളരെ വൈവിധ്യമുള്ളതാണ്. പക്ഷെ നമ്മൾ പത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചന പലപ്പോഴും ഈ രാവിലെയുള്ള 8 മണി മുതൽ 10 മണി വരെ വീട്ടിലെ ആണുങ്ങളുടെ കയ്യിൽ പത്രം നിലനിൽക്കുന്ന സമയമുണ്ടല്ലോ, ഈ 2 മണിക്കൂറുള്ള പത്രത്തിൻ്റെ ദൗത്യത്തെ മുന്നിൽ നിർത്തിയാണ് നമ്മൾ പലപ്പോഴും പത്രത്തിൻ്റെ ഒരു ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുക. പക്ഷെ അതിനേക്കാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് കഴിഞ്ഞ ശേഷമുള്ള പത്രത്തിൻ്റെ ചരിത്രം. അപ്പം ഇങ്ങനെയുള്ള വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള പല മൊമെന്റുകളും പത്രവും പുസ്തകങ്ങളൊക്കെ നമുക്ക് വേണ്ടി കരുതി വെക്കാറുണ്ട്. ആ അർത്ഥത്തിൽ ഈ പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ഈ പുസ്തകത്തിൻ്റെ പുറത്ത് ഈ പുസ്തകം നടത്തിയ ചില പ്രവർത്തനങ്ങൾ, അതിലേക്ക് ഷാജൻ സാറ് ചില സൂചനകൾ നൽകി. നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം എനിക്കൊന്നത് നമ്മളൊക്കെ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു 25 വർഷത്തോളം പഴക്കമുണ്ട്. ഈ പുസ്തകം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ജുനൈദ് ഈ പുസ്തകം എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ, ഞങ്ങളൊന്നും ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഇങ്ങനൊരു വൈകുന്നേരം ഒരുപക്ഷെ ഒരുമിച്ചിരിക്കുകയും ഇങ്ങനെ സംസാരിക്കുകയും പരസ്പരം ഞങ്ങളുടെ പരിചയം പുതുക്കുകയും ചെയ്യുമായിരുന്നില്ല. നമുക്ക് അത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് ഇതിൻ്റെ അത് നമ്മൾ ചിന്തിപ്പിക്കുന്നതൊന്നല്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന വലിയൊരു ദൗത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ നാട്ടിൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിലും ഇതുവരെയും ഈ പ്രദേശത്ത് വന്ന ഒരാളല്ല. എന്നെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഉള്ളടക്കത്തിന് പുറത്തുള്ള ഒരു പ്രവർത്തനം. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഷാജൻ സാറുടെ വളരെ മനോഹരമായ കയ്യെഴുത്ത് എൻ്റെ പഴയ പല സർട്ടിഫിക്കറ്റുകളിലും
ഷാജൻ സാർ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പലപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കാറുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. ആ ഹാൻഡ് റൈറ്റിംഗ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ ഇവിടെയുള്ള ഞങ്ങളുടെ രജിസ്റ്റർ പുസ്തകത്തിൽ വീണ്ടും എഴുതുമ്പോഴാണ് എന്നെ വീണ്ടും ആ ഒരു കഴിവിനെ കുറിച്ചുള്ളൊരു എന്താ പറയുക ഒരു ടെംപ്റ്റേഷനിലേക്ക് എന്നെ വീണ്ടും എത്തിച്ചത് ഈ പുസ്തകത്തിന്റെ ദൗത്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ വളരെ എന്താ പറയുക ഒരു എക്സ്ട്രാ എന്താ പറയാ പുസ്തക ബാഹ്യമായ ഒരു ഇടപെടൽ എത്രമാത്രം ഒരു പുസ്തകം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏതൊരു പുസ്തകത്തിന്റെയും മേന്മയെ. മറ്റുള്ളതൊക്കെ ഏത് പുസ്തകം ചെയ്യുന്ന ദൗത്യങ്ങളാണ് അല്ലേ? നമുക്ക് അറിവ് തരിക, നമ്മളെ ചിന്തിപ്പിക്കുക, നമ്മളിൽ പിന്നെ ആനന്ദം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ മറ്റേത് പുസ്തകം ചെയ്യാം. ഇതൊന്നും അല്ലാത്ത എന്ത് ദൗത്യമാണ് ഒരു പുസ്തകം ചെയ്യുന്നത് എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ മേന്മയെ പിന്നെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരിപാടിയുടെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം ഷാജൻ സാറ്, ഷൈജൽ, അസീസ്, ഞാൻ കുറച്ച് മുമ്പൊക്കെ കേൾക്കാറുണ്ടായിരുന്ന ജോസ് സാറ് ഈ പരിപാടിയിലേക്ക് വരും എന്നറിയിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുമേഷ് മംഗലശ്ശേരി, മമ്മൂട്ടി ജൂന്ന്, സഹോദര തുല്യനായ PC അബ്ദുള്ള. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പിന്നെ ഒരുമിച്ച് ഒരു വേദിയിൽ നിന്ന് കാണാൻ ഞാനിത് എത്ര വിചാരിച്ചാലും സമീപകാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഷാജൻ സാർ ആ നൊസ്റ്റാൾജിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആ നൊസ്റ്റാൾജിയെ തിരിച്ച് വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എഴുത്തിൻ്റെ ഒരു എന്താ പറയുക അടിസ്ഥാനപരമായ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തയെക്കുറിച്ച് പറഞ്ഞു. ഈ ചിന്ത എന്ന് പറയുന്നത് പിന്നെ നമ്മളൊക്കെ കരുതുന്നു എന്താ പറയുക പിന്നെ നമുക്ക് അപ്രാപ്യമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ വേറൊരു അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാര്യം. അടിസ്ഥാനപരമായി ചിന്ത ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലാണ്. അപ്പോൾ പിന്നെ ആ ശരീരം കൊണ്ടാണ് നമ്മൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് പിന്നെ ആ ശരീരങ്ങളെ പിന്നെ പരസ്പരം എന്താ പറയുക കൂടുതൽ അടുപ്പിക്കാനും കൂടുതൽ സ്നേഹത്തോടെയും സഹിഷ്ണുതയോടൊക്കെ പെരുമാറാനും ഒക്കെ ശീലിപ്പിക്കാനും കഴിയുക എന്നുള്ളതാണ് ചിന്തയുടെ പ്രധാനപ്പെട്ട ദൗത്യം. വളരെ മനോഹരമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഈ വേദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല, കാരണം അസീസ് വളരെ വിശദമായി തന്നെ അതേക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആകെ ഉള്ളടക്കത്തെ കുറിച്ച് എനിക്ക് പറയാൻ ഒരേ കാര്യം, ജുനൈദ് ഒരു യാത്രാ വിവരണത്തിന് എഴുതിയ തലക്കെട്ട് മുംതാസ് കാണാത്ത താജ്മഹലിനാണ്. സാധാരണ നമ്മൾ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് എഴുതാറുള്ളത്. ജുനൈദ് എഴുതിയിരിക്കുന്നത് കാണാത്ത ഒരു സാധ്യതയെ മുൻനിർത്തിയാണ്, ആബ്സൻസിനെ കുറിച്ചാണ്, ഇല്ലായ്മയെ കുറിച്ചാണ്, സംഭവിക്കാത്തൊരു കാര്യത്തെ മുൻനിർത്തിയാണ്. നമ്മളൊക്കെ കണ്ട താജ്മഹലിനെ കുറിച്ചാണ് പറയാറുള്ളത്. ജുനൈദ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാണാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ്. അപ്പോൾ പിന്നെ അത് നേരത്തെ പിന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആളുകൾ കൊണ്ടുവരുന്ന ഒരു പെർസ്പെക്റ്റീവാണ്. നമ്മൾ കണ്ട കാര്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അപ്പൊ ചില ആളുകൾ കാണാത്ത കാര്യങ്ങളിലൂടെ, ആബ്സെൻസിലൂടെ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ ഇത്തരം പെർസ്പെക്റ്റീവുകൾ വളരെ വ്യത്യസ്തമായ ആലോചനകൾ നമ്മുടെ പിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ അർത്ഥത്തിൽ പിന്നെ ഈ പുസ്തകം വളരെ മനോഹരമായി അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സൗഹൃദങ്ങളെ ഈ പുസ്തകം എന്താ പറയുക വയനാട്ടിലെ ഒരു കാലത്തെ സൗഹൃദങ്ങളെ, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പല സൗഹൃദങ്ങളെയും ഈ പുസ്തകം എന്താ പറയുക പുഷ്കരമാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ജുനൈദിന്റെ പെരുമാറ്റത്തിൽ അതിനുള്ള വലിയൊരു പൊട്ടൻഷ്യൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ മുന്നിട്ടിറങ്ങിയ ദീപ്തി വായനശാലയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. തൊട്ടു മുൻപ് നുവൈമാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഹാളിനകത്തുള്ള ആസ്തിയുടെ കനം എന്താണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗപീഠം ഒരല്പം ഇങ്ങനെ തിരിക്കുന്നത്. വേദിയും സദസ്സും ഒരുപോലെ കനമുള്ളതാണ്. ഇവിടെ നിറഞ്ഞ സന്തോഷമാണ്. അത് വേദിയെക്കുറിച്ച് തന്നെയാണ്. പ്രിയപ്പെട്ട അസീസ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിലും പ്രസംഗ പരിശീലനൻ എന്ന നിലയിലുമൊക്കെ ഒട്ടനവധി തവണ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മാർക്കിട്ടിട്ടുണ്ട്. ഞാൻ മെല്ലെ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഇവിടെ വന്ന പോലെ തന്നെ മെല്ലെ കയറി വന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് പറഞ്ഞു പോകും. തോളിലിത്തിരി ചിരിച്ചാണ് പിടിക്കുക. ഒരല്പം മോഹൻലാലിസമുണ്ട്. ആ പ്രസംഗ മത്സരങ്ങളിൽ മിക്കവാറും ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഓർക്കുന്നുണ്ടാവില്ല. കാരണം പ്രസംഗം പറഞ്ഞു പോകുന്ന ആളുകൾ, മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണമെന്നില്ല. ഇവിടെയും ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നു. അസീസിന് മാത്രമല്ല, വേദിയിൽ സംസാരിച്ചു പോയവർക്കൊക്കെ. പിന്നെ ഫാറൂഖ് കോളേജിൽ ഒരു പ്രസംഗ ക്ലാസ്സിന് വേണ്ടി ചെന്നപ്പോഴാണ് അവിടുത്തെ അധ്യാപകനായി വീണ്ടും അസീസിനെ പരിചയപ്പെടുന്നത്. ജുനൈദിന്റെ ഒപ്പം തന്നെ പ്രാഗൽഭ്യത്തോടെ നമ്മളോട് സംസാരിക്കാൻ, ഇടപഴകാൻ കഴിവുള്ള നുഐമാനെ ഞാൻ തമ്മിൽ വളരെ അടുത്ത ബന്ധമൊന്നുമില്ല. പക്ഷേ ദ്വാരക സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിന്റെ പത്രവാർത്തകളിൽ നിന്നാണ് ഞാൻ നുഐമാൻ എന്ന ചെറുപ്പക്കാരനെ അറിയുന്നത്. നേരിട്ട് പരിചയപ്പെട്ടിട്ടേ ഇല്ല. ഞങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കലോത്സവ വേദികളിൽ എങ്ങാനും വെച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോഴാണ് ഇപ്പോൾ ജർമ്മനിയിലാണ് പഠിക്കുന്നത് എന്നൊക്കെ അറിയുന്നത്. എങ്ങനെയുണ്ട് ജർമ്മനിയൊക്കെ അല്ലേ, മാന്യമായി പെരുമാറുമോ എന്നറിയാൻ ഞാൻ നുഐമാന്റെ തൊട്ടു പിന്നിൽ ഇരുന്നിട്ട് പതിയെ ആ കാലിലൊന്ന് ചവിട്ടി. ഒരു ചവിട്ട് കിട്ടുമാരായാലും തിരിയും. ഞാൻ നുണ പറയുന്നല്ല, സത്യമാണോ ചോദിച്ചു നോക്കാം നിങ്ങൾക്ക്. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ചവിട്ടി കിട്ടിയപ്പോൾ പെട്ടെന്ന് തിരിയുമ്പോൾ ഞാൻ അല്ലേ അബദ്ധത്തെ പറ്റാണ്, സോറി, ക്ഷമിക്കണം. ഞാൻ കൈ തിരിക്കുന്നതായിരിക്കും അദ്ദേഹം കണ്ടിട്ടുണ്ടാവുക. പക്ഷെ വേഗം എന്നെയും വന്ദിച്ചു. മാറിയിട്ടൊന്നുമില്ല. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും, ഷാജ സാറ് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് സ്ഥിരം പല പരിപാടികളിലും ചർച്ചകളിലും പങ്കെടുക്കുന്നു. വർഗീസ് മറ്റവനെ അച്ഛനെ അടുത്ത കാലത്താണ്, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് അച്ഛനെയും ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത്. ബാക്കിയുള്ളവരൊക്കെ വേദിയിൽ അപ്പുറത്തുള്ളവർ എൻ്റെ സന്ധു ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. ഇവിടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ജുനൈദ് കൈപ്പാണി നമ്മുടെ കാലിലേക്ക് ഒരു ചവിട്ട് ചവിട്ടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ചവിട്ട് കിട്ടിയോ? ഇത് ചവിട്ടാണോ എന്ന് തിരിച്ചറിയാതിരിക്കുകയാണ് നമ്മൾ. ജുനൈദ് ഇത്ര എഴുത്തുകൾ നടത്തുമ്പോൾ അത് ഒരു കോപ്പി എനിക്കും തരാറുണ്ട്, ഒരു പ്രിയം പറയാറുണ്ട്. അന്ന് തന്നെ വായിച്ചിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി വായിച്ചു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2ാം വായന. അപ്പോഴാണ് ഇതൊരു യാത്രാവിവരണം, എങ്ങനെ അങ്ങ് കടന്നു പോകുന്നു എന്ന് മനസ്സിലാവുന്നത്. കുറച്ച് പേജുകളേ ഉള്ളൂ. അവിടെ കാറ്റും ഓലയും മേഞ്ഞ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് ഒരു 4 വയസ്സുകാരൻ അമ്മയോട് ഭാരതം മുഴുവൻ പല മീറ്റിങ്ങുകളുടെ ഭാഗമായിട്ട് ഒരു 10-30 വർഷങ്ങളായി യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര ഗ്രാമീണ കാർഷിക യുവജന സംഘടനയുടെ ഏഷ്യൻ പ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷമായി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബ്രസൽസിൽ ഉസ്മാൻ റോഡിന്റെ അരികിൽ എനിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ തിരിച്ചെത്തുമ്പോൾ കാശിയിലേക്കുള്ള യാത്രയാണ് രസകരം. കാശിയിൽ ചെന്ന് കഴിയുമ്പോൾ കാശിയിൽ മനുഷ്യർ, മുണ്ടനം ചെയ്തവരും മുണ്ടനം ചെയ്യാത്തവരും, മുണ്ടന്മാരല്ലാത്തവരും, മുണ്ടുടുത്തവരും ഒക്കെയായി അല്ലാത്തവരും, കാശിയിൽ ഒക്കെയായി മനുഷ്യർ. പക്ഷെ ഈ യാത്രയുടെ മനോഹാരിതയാണ്. ഈ യാത്രയിൽ വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ. എങ്ങനെയാണ് പഠനം നടക്കുന്നത്? അവർ അധ്യാപകര്, വേദിയിലൊക്കെ ഇരിക്കുന്ന ഒരു അധ്യാപകരുണ്ട്. ഒരു അധ്യാപകന് പഠിപ്പിക്കാൻ കഴിയുന്നത് 4-1 മാത്രമാണ്. പിന്നെയോ 4-1 ശിഷ്യൻ സ്വയം പഠിക്കുകയാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും എവിടെയൊക്കെയോ ശിഷ്യരാണ്. പിന്നെയോ 4-1 സബ്രഹ്മചാരിഭ്യ, സഹപാഠികളാണ്, അവരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ 4-1 പഠിപ്പിക്കുന്നത് കാലമാണ്. യാത്ര ചെയ്യുന്ന ഇതിൽ 2 കാൽഭാഗങ്ങളെ ഒന്നിച്ചെടുക്കുന്നു. സ്വയം പഠിക്കുന്നു, കാലത്തിലൂടെ സഞ്ചരിച്ച് ലോകത്തെ കണ്ടു പഠിക്കുന്നു. ആ പഠനങ്ങൾ എന്റേത് മാത്രമാവരുത് എന്ന സ്വാർത്ഥതയുടെ അതിർവരമ്പുകളെ വെട്ടി കശക്കി എറിഞ്ഞിട്ട് ഒരു പുസ്തകമായി ധ്യാനം പോലെ എഴുതി നമ്മുടെ കയ്യിലേക്ക് തരുന്നു. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഒരു വാചകത്തിന്റെ സ്വാരസ്യം വെളിപ്പെടുത്തേണ്ടതുള്ളത്. ട്രാവലോഗിന്റെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ പുസ്തകത്തിന്. ഈ പുസ്തകം അതിപരൂക്ഷമായ മാനവികതയുടെ ഒരു മുദ്രാവാക്യമാണ്. നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കാൻ
ജുനൈദ് ഇതിന് യാത്രാ വിവരണം എന്ന ഒരു ചാർട്ട് കൊടുത്തു എന്ന് മാത്രം. ഒരു നാട്ടുവൈദ്യന്റെ കഷായം പോലെ ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും എടുത്തിട്ട് ഇങ്ങനെ മുൻപോട്ട് വെച്ച് ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ ശ്രമിക്കുന്നില്ല, സമയം വൈകുന്നതുകൊണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പോകുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വരുന്നത് ഇത് മാത്രമാണ്. ഇതിൽ കൃത്യമായ മാനവികതയെ കുറിച്ചുള്ള ദർശനങ്ങളുണ്ട്. മാർജിനുകളുടെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ള നോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മാർജിനുകളുടെ അകത്തെഴുതിയ നോട്ടുകളെക്കാൾ അപകടകാരികളാണ് അല്ലെ ശാസ്ത്ര സാറേ? മാർജിനുകളുടെ പുറത്ത്, സാറേ, മാർജിന്റെ പുറത്തൊരു കുട്ടി അല്ലെ, ആ മാർജിന്റെ വരിയുടെ പുറത്തൊരു കുട്ടി എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വളരെ ശ്രദ്ധിക്കണം. അവന്റെ അകത്തൊരു സ്ഫോടക ശക്തിയുള്ള അല്ലെങ്കിൽ അകത്തൊരു അഗ്നിപർവ്വതത്തെ സൂക്ഷിക്കുന്ന, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഹൃദയം പോലുള്ള, ഇത്തിരി കൂടി വ്യക്തമാക്കിയ സൂര്യന്റെ ഹൃദയമാണ് കുട്ടി. ഇത്തരം ഒരു കുട്ടിയുടെ കൗതുകപൂർണമായ കാഴ്ചകളാണ് ജുനൈദ് ഈ ഡൽഹിയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളെ കുറിച്ചാണ് ടൈറ്റിലുള്ളത്. പക്ഷെ ഗ്രാമഹൃദയമാണ് പലയിടത്തും ഉള്ളത്. ഇങ്ങനെ സൂചിപ്പിച്ചു നോക്കുന്നത് ഡൽഹിയിൽ 1993 ജർമ്മനിയിലെ കേണൽ അഡനേവർ ഫൗണ്ടേഷന്റെയും പഞ്ചാബ് ഹരിയാന ഡൽഹി PhD ഹൗസിന്റെയും നേതൃത്വത്തിൽ ഒരു കോഴ്സ് അവിടെ താമസിച്ച് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കാൽക്കാജി നഗറിലെ എവറസ്റ്റ് അപ്പാർട്ട്മെന്റിൽ കുറെ കാലം ഈ കടുകണ്ണയുടെ മണമൊക്കെ സഹിച്ച്, പിന്നെ അത് ചൊരുക്കി ഭക്ഷണത്തെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നത്. ആദ്യം കടുകണ്ണയുടെ മണം ഇഷ്ടമാണ്, ഇഷ്ടം പോലെ വലിച്ചു കയറ്റും, പിന്നെ അത് ചൊരുക്കും, പിന്നെ ബിസ്ക്കറ്റിലേക്ക് ഒതുങ്ങും, അങ്ങനെയൊക്കെ. ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ പോയപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, കാരണം ഈ ഇത്തരം ട്രെയിനിങ്ങൾ കുറെ കിട്ടിയതുകൊണ്ട്. ഇങ്ങനെ വരുന്ന ഈ കാര്യങ്ങളെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ജുനൈദ് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ദൃശ്യങ്ങളെയും എടുത്തിട്ട് അതിന്റെ ഒടുവിലത്തെ ആ അധ്യായങ്ങളുടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തെ വായനയിലൂടെ തന്നെയാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ പുസ്തകം ഇങ്ങനെ ആളുകളെ നിർമ്മിക്കുന്ന ഒന്നായിട്ട് മുൻപോട്ട് തരുന്നുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ ഞാനും കുറിച്ചിട്ടപ്പോൾ എറണാകുളത്തു നിന്ന് ഒരു സുഹൃത്ത് തന്നെ വിളിച്ചത് ഞാൻ ഓർക്കുകയാണ്. സാർ, ഒരു LICയുടെ ഒരു മാനേജർ ആയിരുന്നു അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ആ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയ ആ അധ്യായമാണ് ഇന്ന് എന്നെ മുൻപോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തീർച്ചയായും ആ എഴുത്തിന് ചാരിതാർത്ഥ്യമുണ്ട്. ഇതുപോലെ നമുക്ക് ജുനൈദിനോട് പറയാം, ജുനൈദ്, ഈ പുസ്തകം ഞങ്ങളെ വീണ്ടും കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു, കൂടുതൽ സ്വപ്നങ്ങൾ നെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ആദ്യ പേജ് അല്ല ആദ്യം വായിക്കേണ്ടത്, അവസാന പേജ് വായിച്ചിട്ട് ആദ്യ പേജിലേക്ക് വരേണ്ടതാണ്. ജുനൈദ് മാർക്ക് ട്വെയിന്റെ ചില കോട്ടിങ്ങുകൾ വളരെ സാന്ദർഭികമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലോകം ഒരു പുസ്തകമാണ്. യാത്ര ചെയ്യാത്തവർ അതിന്റെ ഒരു പേജ് മാത്രമേ വായിക്കൂ. എത്ര ചിന്തനീയമാണ് ഈ വാക്യങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മളൊരു പ്രദേശത്ത് മാത്രം ജീവിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ സ്പന്ദനങ്ങളും ആ പ്രദേശത്തിന്റെ സംസ്കാരം, ഭൂപ്രകൃതി, വസ്ത്രധാരണ രീതി, സമൂഹത്തിന്റെ അവസ്ഥ, ഇതൊക്കെ നമുക്ക് ആ ഒരു പേജ് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഭൂമി എന്ന ഈ ഗ്രഹത്തിൽ വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ ഓരോ കോണും കാണുകയും അവിടുത്തെ ജീവിത രീതി, സംസ്കാരം, ജനങ്ങൾ, ഭാഷ, ഇങ്ങനെയെല്ലാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അപ്പോ ഇനി ഇവിടെ ഇരിക്കുന്ന ചില എൻ്റെ മകളുടെ പ്രായമുള്ള ദീപു ആന്റണിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവനൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെയൊക്കെ പ്രായമാകുമ്പോഴേക്കും അവനെ പോലെയുള്ള കുട്ടികൾക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാനും നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെയൊക്കെ ലോകം കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ അവരൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പിന്നെ മാർക്ക് ട്വെയിന്റെ മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ സാന്ദർഭികമായി പറയണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ: സ്നേഹം, രസകരമായ ജോലി, യാത്ര ചെയ്യാനുള്ള അവസരം, ഇത് മൂന്നും ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ പ്രധാന നിദാനങ്ങളാണ്. വളരെ ശരിയാണ്. വരൂ, ഈ പടമുറത്തിൽ നമുക്ക് നമ്മുടെ പ്രണയം പറ്റിക്കൊഴിക്കാമെന്ന
ഡി വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ ആദ്യ പേജിൽ രേഖ മാതമംഗലം എഴുതി മധുമാഷിനെ കൈമാറുമ്പോൾ ആ പുസ്തകത്തിന്റെ ദൗത്യം തീരുകയാണ്. അവരിന്ന് ഒരുമിച്ചാണ്, നമ്മളും ഇന്ന് ഒരുമിച്ചാണ്. ഇന്നത്തെ അത്താഴം ഇതുകൊണ്ടൊക്കെയാണ്. നന്ദി. ഞങ്ങൾ വയനാട് ജില്ലയിലെ പുതിയൊരു വായനശാലയാണ്. എനിക്ക് ഒരു BPL വായനശാല എന്ന് പറയും. ഞങ്ങൾ അത്രമാത്രം ഒരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ശ്രമം ഇങ്ങനെ ഒരു പുസ്തകം രചിച്ചത്. ഞങ്ങൾക്ക് 100% സന്തോഷം. കാരണം ഇത്ര പ്രൗഢമായ ഒരു സദസ്സിനെയും അതോടൊപ്പം വേദിയെ അലങ്കരിച്ച ഒരു ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരെ എല്ലാ ആൾക്കാർക്കും ഒറ്റ വാക്യം നന്ദി പറഞ്ഞുകൊണ്ട്